അടുത്തതായി നമ്മുടെ മനസ്സിലേക്ക് ഗഹനമായ ചിന്തകൾ ഒരു ചാട്ടുളി പോലെ പായിക്കുന്ന ഒരു സംവാദമാണ്. നാളെയോടെ ലോകം അവസാനിക്കുമെന്ന് എനിക്കറിയാമെങ്കിൽ പോലും ഞാൻ ഇന്ന് എന്റെ ആപ്പിൾ മരം നടും എന്ന മാർട്ടിൻ ലൂഥറിന്റെ വാക്കുകളെ അന്വർത്ഥമാക്കുന്ന പോരാളിയാണ് അദ്ദേഹം. എക്സ് ഡോക്ടർ, എക്സ് മുസ്ലിം എന്നറിയപ്പെടുന്ന നിർഭയ ശബ്ദം ആരിഫ് ഹുസൈൻ. അദ്ദേഹം ഇന്ന് സംവദിക്കുന്നത് ഡോക്ടർ സാബിൽ രാജുമായിട്ടാണ്. വിഷയം ഹോമിയോ കപടമോ? ഈ തീക്ഷ്ണമായ സംവാദത്തിന് മോഡറേറ്റർ ആകാൻ റിജു കാലിക്കറ്റും വേദിയിലെത്തുന്നു. ലെറ്റ്സ് വെൽക്കം ആരിഫ് ഹുസൈൻ, സാബിൽ രാജ് ആൻഡ് റിജു കാലിക്കറ്റ്. എല്ലാവർക്കും നമസ്കാരം. ഇത്രയും വലിയ പ്രൗഢഗംഭീരമായ ഒരു വേദിയിൽ സംസാരിക്കാൻ അവസരം തന്ന എസൻസ് ഗ്ലോബലിന് ആദ്യമായി നന്ദി പറയാണ്. കഴിഞ്ഞ ഒരു 40 വർഷമായി സ്വതന്ത്രചിന്താ പ്രവർത്തനം, യുക്തിവാദ പ്രവർത്തനമൊക്കെ നടത്തുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. രാവിലെ തന്നെ 8:30 മണിക്ക് തന്നെ ഇത്രയും വലിയൊരു ജനക്കൂട്ടം വന്നതോടുകൂടി എൻ്റെ ഹൃദയം നിറഞ്ഞു കവിയുകയാണ്. അതിനുള്ള എല്ലാ സന്തോഷവും ഇങ്ങനെ ഒരു പരിപാടി ഓർഗനൈസ് ചെയ്ത സംഘാടകർക്കുള്ള എല്ലാ കയ്യടികളും അർപ്പിച്ചുകൊണ്ട് നേരെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. അല്പം പോലും സമയം പാഴാക്കരുതെന്ന് സംഘാടകർ പറഞ്ഞുകൊണ്ട് നമ്മൾ നേരെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. ഹോമിയോ കപടമോ എന്നാണ് നമ്മുടെ സംവാദ വിഷയം. രണ്ടുപേരെയും ഒന്ന് പരിചയപ്പെടുത്താം. ഒന്ന് എക്സ് ഡോക്ടറായ ഡോക്ടർ ഹാരി ഹുസൈൻ തെരുവത്ത്. ഡോക്ടർ എന്ന അദ്ദേഹം ടൈറ്റിൽ സ്വയം ഒഴിഞ്ഞതാണ്. അതുപോലെ തന്നെ നിലവിലുള്ള ഹോമിയോപ്പത്തായിട്ടുള്ള ഡോക്ടർ പി സബിൽ രാജുമാണ് ഈ സംവാദത്തിൽ മാറ്റിവെക്കുന്നത്. സബിൽ രാജ് കഴിഞ്ഞ 15 വർഷമായി ഹോമിയോ പ്രാക്ടീഷണറാണ്. നിരവധി ലേഖനങ്ങളും ഗവേഷണ പ്രബന്ധങ്ങളൊക്കെ തയ്യാറാക്കിയ വ്യക്തിത്വമാണ് അദ്ദേഹം. ഇപ്പോൾ രണ്ടുപേരെയും ഈ സംവാദത്തിലേക്ക് ആർദ്രമായി സ്വാഗതം ചെയ്യുന്നു. ഇനി നമ്മൾ സംവാദത്തിൻ്റെ ഫോർമാറ്റ് പറയുകയാണ്. ആദ്യത്തെ 10 മിനിറ്റ് നമ്മൾ വിഷയാവതരണമാണ്. ആദ്യത്തെ 10 മിനിറ്റാണ് അതിനുള്ള സമയം. പിന്നെ 2 സെഷനായിട്ട് വാദപ്രതിവാദം 2 റൗണ്ടാണ്. 5 മിനിറ്റ് വീതമുള്ള ചോദ്യോത്തരം 5 മിനിറ്റ് വീതം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള അഭിപ്രായ പ്രകടനങ്ങളും ഖണ്ഡനങ്ങളുമാണ്. അത് കഴിഞ്ഞുള്ള അവസാനത്തെ 5 മിനിറ്റ് ഉപസംഹാരമാണ്. ഈ സമയത്ത് പുതിയ വാദങ്ങളൊന്നും ഉന്നയിക്കാൻ പാടില്ല, മറ്റേയാൾക്ക് മറുപടി പറയാൻ പറ്റാത്തതുകൊണ്ട്. അങ്ങനെ നമ്മൾ സംവാദത്തിലേക്ക് കടക്കുകയാണ്. ആദ്യം നമ്മളിത് ടോസ് ചെയ്തുകൊണ്ട് ആദ്യം ആര് സംസാരിക്കണമെന്ന് തീരുമാനിക്കുകയാണ്. ടോസിലേക്ക് കടക്കുകയാണ്. നമ്മൾ ടോസ് ചെയ്ത പ്രകാരം ആദ്യം ടോസ് വീണത് ഡോക്ടർ സബിൽ രാജിനാണ്. ആദ്യം സംസാരിക്കാൻ നേരിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ 10 മിനിറ്റ് നീളുന്ന സെഷന് വേണ്ടി അദ്ദേഹത്തെ ക്ഷണിച്ചുകൊള്ളുകയാണ്. എസൻസ് ഗ്ലോബലിൻ്റെ എല്ലാ പ്രവർത്തകർക്കും, ഡിബേറ്റ് സെക്ഷനിൽ തന്നെ എനിക്ക് വളരെ പ്രചോദനമായിട്ടുള്ള RC അടക്കമുള്ള എല്ലാ പ്രവർത്തകർക്കും, സദസ്സിലിരിക്കുന്ന ശാസ്ത്ര സ്നേഹികൾക്കും, ഹോമിയോപ്പതിയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും, വിശിഷ്യ എൻ്റെ സഹസംവാദകൻ ഡോക്ടർ ആരിഫ് ഹുസൈനും മോഡറേറ്റർ റിജു കാലിക്കറ്റ് അവർക്കും എൻ്റെ നമസ്കാരം. എസൻസിൻ്റെ ഈ മഹനീയ വേദിയിൽ ഹോമിയോപ്പതിയുടെ ശാസ്ത്രീയത അവലോകനം ചെയ്യപ്പെടുന്ന ഈ സംവാദം ഹോമിയോപ്പതിയെക്കുറിച്ചുള്ള ശരിയായ ധാരണകളിൽ എത്തിച്ചേരാൻ ഏവർക്കും സഹായകരമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. സമയപരിമിതി മൂലം ഞാൻ നേരെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. ആദ്യം ഞാൻ സയൻസിനെ കുറിച്ച് ചില കാര്യങ്ങൾ പറയുകയാണ്. സയൻസ് എന്നാൽ അറിവെന്നാണ് അർത്ഥം. ആ അറിവിനെ അനുഭവങ്ങളുടെ തീച്ചൂളയിൽ പാകപ്പെടുത്തിയെടുക്കുന്നതാണ് തിരിച്ചറിവ് എന്ന് പറയുന്നത്. അന്ധവിശ്വാസത്തെ മാറ്റാൻ വേണ്ടി എസൻസ് സയൻസിനെ പ്രയോഗിക്കുമ്പോൾ ഹോമിയോപ്പതിയെ മനസ്സിലാക്കുന്ന കാര്യത്തിൽ എസൻസ് അല്പം അന്ധവിശ്വാസത്തിലാണോ എന്ന് ഞാൻ സംശയിക്കുകയാണ്. സയൻസിൻ്റെ ഒരു പാറ്റേൺ വെച്ച് നമുക്ക് എല്ലാ വസ്തുക്കളെയും അളക്കാൻ കഴിയില്ല. അളക്കേണ്ട വസ്തുവിൻ്റെ സ്വഭാവം അനുസരിച്ച് സയൻസിൻ്റെ സമീപന രീതിയിലും മെത്തഡോളജിയിലും മാറ്റങ്ങൾ വരുത്തേണ്ടതാണ്. ശാസ്ത്രത്തെ സംബന്ധിച്ച് അശാസ്ത്രീയം എന്ന ഒന്നില്ല. എല്ലാം ശാസ്ത്രത്തിൻ്റെ പരിധിയിൽ വരുന്നതാണ്. സ്യൂഡോ സയൻസും ശാസ്ത്രത്തിൻ്റെ പരിധിയിൽ വരേണ്ടതാണ്. എസൻസ് സയൻസിനെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ സയൻസിൻ്റെ എല്ലാ തലങ്ങളെയും മനസ്സിലാക്കേണ്ടതുണ്ട്. മെറ്റീരിയലിസം മാത്രമല്ല സയൻസ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു കാര്യം ഒരു കൂട്ടർക്ക് മനസ്സിലാകുകയും മറ്റൊരു കൂട്ടർക്ക് മനസ്സിലാകാതെയും വരാതിരുന്നാൽ അത് ആ കാര്യത്തിൻ്റെ കുഴപ്പമല്ല, സമീപനത്തിൻ്റെ കുഴപ്പമാണ്. ഹോമിയോപ്പതി വ്യാജമാണെങ്കിൽ ഒരു ഹോമിയോ ഡോക്ടർക്കും റിസൾട്ട് കിട്ടാൻ പാടില്ല. ഇവിടെ നമുക്ക് നോക്കാം, ഹോമിയോപ്പതി ഒരു കപട വൈദ്യമാണോ? ഹോമിയോപ്പതി സ്ഥാപിച്ചത് വൈദ്യശാസ്ത്ര പരിജ്ഞാനമില്ലാത്തവരാണോ? നിലവിൽ മികവിറ്റ ശാസ്ത്രശാഖകൾ, വൈദ്യശാസ്ത്ര ശാഖകൾ ഉള്ളപ്പോൾ പിന്നെ എന്തിനാണ് ഹോമിയോപ്പതി ഉണ്ടാക്കിയത്?
നമുക്കറിയാം ഹോമിയോപ്പതിയുടെ സ്ഥാപകനായ ഡോക്ടർ സാമുവൽ ഹാനിമാൻ അലോപ്പതിയിൽ MD ഉള്ള ഒരാളായിരുന്നു. അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരായ ഡോക്ടർ കെന്റ്, ഡോക്ടർ ഹെറിങ്, ഡോക്ടർ ഫാരിങ്ടൺ, ഡോക്ടർ ബോറിക്, ഡോക്ടർ ഡൺഹാം, ഡോക്ടർ നാഷ്, ഡോക്ടർ ലിപ്പെ, ഡോക്ടർ ക്ലാർക്ക്, ഡോക്ടർ HC അലൻ, ഡോക്ടർ TF അലൻ തുടങ്ങിയവരെല്ലാം അലോപ്പതിയിൽ MD ഉള്ളവരായിരുന്നു. ഇത്രയും മെഡിക്കൽ നോളജും സയൻറ്റിഫിക് ടെമ്പറുമുള്ള ഇവർക്ക് ഒരു സ്യൂഡോ സയൻസിനെ വളർത്തിക്കൊണ്ടുവരേണ്ട ആവശ്യകത ഉണ്ടോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഈ പറയുന്ന ഇത്രയും മെഡിക്കൽ നോളജുള്ള ഇവർക്ക് നിങ്ങൾ ഈ പറയുന്ന ഈ എവിഡൻസ് ബേസ് എന്താണ് മനസ്സിലാകാതെ പോയതെന്ന് നാം ആലോചിക്കേണ്ടതുണ്ട്. ഒരു കാര്യം പറയാം, മോഡേൺ മെഡിസിൻ്റെ പിതാവായ ഡോക്ടർ വില്യം ഓസിലർ ഹാനിമാനെ കുറിച്ച് പറഞ്ഞത് നോ മാൻ ഡു മച്ച് കോൺട്രിബ്യൂഷൻ ടു ദ മെഡിക്കൽ സയൻസ് ദാൻ സാമുവൽ ഹാനിമാൻ എന്നാണ്. സാമുവൽ ഹാനിമാനേക്കാൾ മെഡിക്കൽ സയൻസിൽ കോൺട്രിബ്യൂട്ട് ചെയ്ത ആരുമില്ല എന്നാണ്. അപ്പോൾ അദ്ദേഹത്തിന് സാമുവൽ ഹാനിമാൻ്റെ സംഭാവനകളെ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ ആർക്കാണ് അതിന് എതിർപ്പെന്നാണ് എനിക്ക് മനസ്സിലാകാനുള്ളത്. ഇവിടെ ഡോക്ടർ ആരിഫ് ഹുസൈൻ കുട്ടികളെ ഒന്ന് ബോധവൽക്കരിക്കുന്നത് ഞാൻ കേട്ടു. നിങ്ങൾ എൻട്രൻസിന് മാർക്ക് കുറഞ്ഞാൽ ഹോമിയോപ്പതി ഒന്നും എടുക്കരുത്, കുറച്ചും കൂടി മികച്ചത് എന്തെങ്കിലും എടുക്കണമെന്ന്. ഇവിടെ നോക്കൂ, ഡോക്ടർ ഹാനിമാൻ മാത്രമല്ല, ഞങ്ങളുടെ റിസർവ് ബെഞ്ചിൽ ഇരിക്കുന്നവരെ അലോപ്പതിയിൽ MD ഉള്ളവരാണ്. അവർ അലോപ്പതി ഉപേക്ഷിച്ചാണ് ഹോമിയോപ്പതിയിലേക്ക് വന്നത്. അതിൽ തന്നെ ഡോക്ടർ ഹെറിങ് ഹോമിയോപ്പതിയെ വിമർശിക്കാൻ വേണ്ടി അലോപ്പതിക്കാർ നിയോഗിച്ച ഒരു പ്രതിഭാശാലിയായ MD സ്റ്റുഡൻ്റ് ആയിരുന്നു. അദ്ദേഹം ഹോമിയോപ്പതിക്കെതിരെ ഒരു വിമർശന കാവ്യം തന്നെ തയ്യാറാക്കി. അവസാനം ഹോമിയോപ്പതി സത്യമാണെന്ന് തിരിച്ചറിഞ്ഞ ഹെറിങ് താൻ എഴുതിക്കൂട്ടിയ വിമർശനങ്ങളെല്ലാം കത്തിച്ച് കളഞ്ഞിട്ട് കണ്ണുനീരോടുകൂടിയാണ് ഹോമിയോപ്പതിയിലേക്ക് വന്നത്. ഹെറിങ് ഈസ് കൺസിഡേർഡ് ആസ് ദ ഫാദർ ഓഫ് ഹോമിയോപ്പതി ഇൻ അമേരിക്ക എന്നാണ് അറിയപ്പെടുന്നത്. അതായത് ഹോമിയോപ്പതിയെ വിമർശിച്ചവരും ഹോമിയോപ്പതിയെ എതിർത്തവരുമെല്ലാം ഹോമിയോപ്പതി സത്യമാണെന്ന് മനസ്സിലാക്കിയപ്പോൾ തിരിച്ച് ഹോമിയോപ്പതിയുടെ പ്രചാരകരായി മാറിയ ചരിത്രമാണ് നമുക്കുള്ളത്. ഹോമിയോപ്പതി വിമർശകർ ഹോമിയോപ്പതിയെ വേണ്ട രീതിയിൽ പഠിക്കാതെയും മനസ്സിലാക്കാതെയുമാണ് അതിനെ വിമർശിക്കുന്നത് എന്നുള്ളത് വളരെ ദുഃഖകരമായ ഒരു സത്യമാണ്. അവർക്ക് എന്താണ് ഡൈനാമിക് നേച്ചർ ഓഫ് ഡിസീസ് എന്നോ ഡൈനാമിക് നേച്ചർ ഓഫ് മെഡിസിൻ എന്നോ അവർക്ക് അറിയില്ല. അവർക്ക് ആകെ മെറ്റീരിയൽസ് മാത്രമേ അറിയുള്ളൂ. ഈ കാഴ്ചപ്പാടിലൂടെയാണ് അവർ രോഗകാരണത്തെയും മരുന്നിൻ്റെ പ്രവർത്തനങ്ങളെയും കാണുന്നത്. അതുകൊണ്ടാണ് അവർ മരുന്നിൽ മോളിക്യൂളുകൾ തപ്പിൽ പോകുന്നത്. ഹിസ്റ്ററി ഓഫ് മെഡിസിൻ എന്താണെന്ന് അവർ ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. വൈറ്റലിസ്റ്റുകളും മെറ്റീരിയലിസ്റ്റുകളും തമ്മിലുള്ള ദ്വന്ദ്വ യുദ്ധത്തിന് നൂറ്റാണ്ടുകളുടെ ചരിത്രമുണ്ടെന്ന് അവർ മനസ്സിലാക്കേണ്ടതുണ്ട്. ഹോമിയോപ്പതി വിമർശകർ ഹോമിയോപ്പതിക്കെതിരെ ചോദിക്കുന്ന ചില ചോദ്യങ്ങളും അതിന് ഉത്തരവുമാണ് ഞാൻ ഈ ചർച്ചയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒന്ന്, നേർപ്പിക്കുന്തോറും വീര്യം കൂടുന്നതിൻ്റെ ഗുട്ടൻസ് എന്താണ്? ഇവിടെ വളരെയധികം തെറ്റിദ്ധാരണ പരത്തുന്ന ഒരു വാക്കാണ് വീര്യം എന്നത്. ഇവർ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് മെറ്റീരിയൽ വീര്യമാണ്. ഹാനിമാൻ പറഞ്ഞത് ഡൈനാമിക് വീര്യമാണ്. ഇറ്റ് ഈസ് എൻറ്റയർലി ഡിഫറെൻറ്റ്. മെറ്റീരിയൽ വീര്യം എന്ന കാഴ്ചപ്പാടിൽ നിന്ന് മാറി ഹാനിമാൻ പറഞ്ഞ ഡൈനാമിക് വീര്യം എന്ന കാഴ്ചപ്പാടിൽ നിന്ന് ഹോമിയോപ്പതിയെ ഇവർക്ക് വിമർശിക്കാൻ പറ്റുമോ എന്നാണ് എൻ്റെ ചോദ്യം. ഞങ്ങൾക്കറിയാത്ത എന്ത് ഡൈനാമിക്സ് ആണെന്നാണ് ഒരു മറു ചോദ്യം വരുന്നത്. ഓൾഡ് സ്കൂൾ ഓഫ് മെഡിസിനും ഹാനിമാൻ അലോപ്പതി എന്ന് പേരിട്ട് വിളിച്ച ശാസ്ത്രവുമെല്ലാം അതിൻ്റെയൊക്കെ ക്രൂഡ് ഡോസിൽ മനമെടുത്താണ് ഹാനിമാൻ മെഡിസിൻ ഡൈല്യൂട്ട് ചെയ്യാൻ തുടങ്ങിയത്. അതിൽ മെഡിസിൻ്റെ മെറ്റീരിയൽ പ്രോപ്പർട്ടി കുറയുമെന്ന് അന്നത്തെ ഏറ്റവും വലിയൊരു കെമിസ്റ്റ് ആയിരുന്നു ഹാനിമാൻ അറിഞ്ഞുകൂടായിരുന്നോ മെറ്റീരിയൽ പ്രോപ്പർട്ടി കുറയുമെന്ന്? അതായത് ക്രൂഡ് മെറ്റീരിയൽ പവറുകളായിട്ടുള്ള ഗാഢത, ടോസിസിറ്റി, അതിൻ്റെ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഇതെല്ലാം കുറയുമെന്നും ഡൈനാമിക് പവർ കൂടുമെന്നുമാണ് ഹാനിമാൻ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഒരു മദ്യത്തിൻ്റെ ഉദാഹരണം പറയുന്നു. മദ്യം ഡൈലൂട്ടേഷൻ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ടോക്സിക് നേച്ചറായിട്ടുള്ള മെറ്റീരിയൽ പ്രോപ്പർട്ടിയാണ് കുറയുന്നത്, അല്ലാതെ ഡൈനാമിക് ലെവലിൽ അതിനെ കാണുന്നത്. ആ എക്സാമ്പിൾ തന്നെ തെറ്റാണ്. ഹോമിയോ മരുന്നിൽ മോളിക്യൂൾ ഇല്ല എന്നൊരു വാദമുണ്ട്. അതായത് 12x മുകളിൽ മോളിക്യൂൾ ഉണ്ടാകാൻ പാടില്ല. അതിനാൽ ഹോമിയോ മരുന്ന് പ്ലാസിബോ ആണ്. ശരിയാണ്, 12x മുകളിൽ മോളിക്യൂൾ ഉണ്ടെന്ന് ഹാനിമാനും പറഞ്ഞിട്ടില്ല. നത്തിങ് മെറ്റീരിയൽ ക്യാൻ ബി ഡിറ്റക്റ്റഡ് ഇൻ മെഡിസിൻ എന്നാണ് ഹാനിമാൻ പറഞ്ഞിരിക്കുന്നത്. ദിസ് മെറ്റീരിയൽ പ്രോപ്പർട്ടീസ് കൺവേർട്ടഡ് ഇൻ ടു ഡൈനാമിക് പ്ലെയിൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് മെറ്റീരിയൽ പ്രോപ്പർട്ടിയുടെ അപ്പുറമുള്ള ഒരു കാര്യത്തിനെ വെച്ച് നമ്മൾ അവഗാഡ്രോ ലിമിറ്റ് വെച്ച് അളക്കുന്നതിൻ്റെ യുക്തി എന്താണെന്ന് ഞാനിവിടെ ചോദിക്കുന്നത്. അവഗാഡ്രോ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽസിൻ്റെ ലാസ്റ്റ് വാക്കാണ്. മെറ്റീരിയൽസിന് അപ്പുറമുള്ള കാര്യത്തിനെ വെച്ച് അവഗാഡ്രോ ലിമിറ്റ് വെച്ച് അളക്കുന്നതിൻ്റെ യുക്തി എന്താണ്? മെറ്റീരിയൽ ഡൈനാമിക് ഇൻ്റർ കൺവേർഷനെ കുറിച്ചാണ് ഇവിടെ നമുക്ക് സംസാരിക്കേണ്ടത്. മെറ്റീരിയൽ ഡൈനാമിക് ഇൻ്റർ കൺവേർഷൻ സയൻസിൻ്റെ നിയമം വെച്ച് സാധ്യതയുള്ളതല്ലേ എന്നാണ് ഞാനിവിടെ ചോദിക്കുന്നത്. അങ്ങനെ വന്നാൽ ഫിസിക്സിലെയും കെമിസ്ട്രിയിലെയും സകല നിയമങ്ങളും തെറ്റുമെന്നാണ് ഇവിടെ പറയുന്നത്. ഡൈനാമിക് മെറ്റീരിയൽ ഇൻ്റർ കൺവേർഷൻ കൊണ്ട് ഒരു സയൻറ്റിഫിക് നിയമങ്ങളും തെറ്റില്ല. നിങ്ങൾ ഈ അവഗാഡ്രോ ലിമിറ്റ് വെച്ച് അളക്കുന്നതുകൊണ്ട് മാത്രമാണ് ആ തെറ്റ് തോന്നിക്കുന്നത്. മെറ്റീരിയൽ മോളിക്യൂൾ ഇല്ലാത്തതിനാൽ ഹോമിയോപ്പതി പ്ലാസിബോ ആണോ? ഇവർ പറയും മെറ്റീരിയൽ മോളിക്യൂൾ ഇല്ലാത്തതുകൊണ്ട് ഹോമിയോപ്പതി പ്ലാസിബോ ആണ്. പക്ഷേ അതുകൊണ്ട് തന്നെ പറയുന്നു ആഴ്സനിക് ആൽബം 30 പോയിസൺ ആണ്. ഈ രണ്ട് വാദങ്ങളും ഒരേ സമയം നമ്മൾ കേൾക്കേണ്ടി വന്നു. അതായത് 12x ശേഷം മോളിക്യൂൾ ഇല്ലെന്ന് പറയുന്ന ആളുകൾ തന്നെ പറയുന്നു ആഴ്സനിക് ആൽബം പോയിസണസ് ആണ്. ഇപ്പോൾ സലീം മേട്ടൻ്റെ ഒരു ഡയലോഗാണ് എനിക്ക് ഓർമ്മ വരുന്നത്, എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്ന് പറയുന്നത്. അവർക്ക് തന്നെ അറിയത്തില്ല അവരെന്താണ് ഉദ്ദേശിക്കുന്നതെന്ന്.
ഹോമിയോ മെഡിസിൻ പ്ലാസിബോ എഫക്റ്റ് ആണ് ഉണ്ടാകുന്നതെങ്കിൽ നവജാത ശിശുക്കൾ, മാനസിക രോഗികൾ, അബോധാവസ്ഥയിലുള്ള രോഗികൾ, മൃഗങ്ങൾ, സസ്യങ്ങൾ ഇവയിലൊന്നും ഇത് ഫലിക്കത്തില്ല. കാരണം അവർക്ക് അറിഞ്ഞുകൂടാ. ഇന്ന് പ്ലാസിബോ ആണെങ്കിൽ ഹോമിയോപ്പതി ആകെ ഒരു മെഡിസിൻ്റെ കാര്യമല്ലേ ഉള്ളൂ. എന്തിനാ ഇത്രയും മെഡിസിൻ? ഇന്ന് 12,000-ഓളം മരുന്നുകൾ ഹോമിയോപ്പതിയിലുണ്ട്. പ്ലാസിബോ ആണെങ്കിൽ ആകെ ഒരു മരുന്നങ്ങ് കൊടുത്താൽ പോരെ. ശരിക്കും പൊട്ടൻറ്റൈസേഷൻ സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? അല്ലെങ്കിൽ ഏത് ഭൂതമാണ് വെളിയിൽ ചാടി വരുന്നത്? അതോ ഇതൊരു പൊട്ടത്തരമാണോ? നമുക്ക് നോക്കാം. ഹനുമാൻ പറയുന്നു, ദ ഹിഡൻ പവർ ഇൻ മെഡിസിൻ ദാറ്റ് എറൈസസ് ഡ്യൂറിങ് പൊട്ടൻറ്റൈസേഷൻ എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു ഹിഡൻ പവർ ഉണ്ടോ? നമുക്കറിയാം, ഇന്ന് കെമിസ്ട്രിയിൽ ഡൈപോൾ മൊമെന്റിനെ കുറിച്ചും ഇൻഡക്റ്റീവ് എഫക്റ്റിനെ കുറിച്ചും റെസണൻസിനെ കുറിച്ചും മൈന്യൂട്ട് സബാറ്റോമിക് പാർട്ടികളെ കുറിച്ചും ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്ററിനെ കുറിച്ചും ക്ലൗഡ് മോഡൽ ഓഫ് ആറ്റത്തിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്ന ഈ ശാസ്ത്ര ലോകത്ത് നിന്നാണ് നമ്മൾ സ്യൂഡോ സയൻസ് എന്ന് ഉദ്ധരിക്കുന്നത്. നമ്മുടെ ശരീരം തന്നെ ഒരു ചാർജിന്റെ കൂട്ടമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. എല്ലാ രാസപ്രവർത്തനങ്ങളും ചാർജ് കൈമാറ്റത്തിലൂടെ മാത്രമാണ് നടക്കുന്നത്. അതാണ് മോളിക്യൂളുകളൊക്കെ കഴിഞ്ഞ് വെറും ചാർജ് കൈമാറ്റങ്ങളിലൂടെ മാത്രമാണ് ഇന്ന് നമ്മൾ ഇതിനെ കാണുന്നത്. ഞങ്ങൾ ഇതിനെ ഒരു തെർമോഡൈനാമിക് രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് ഹോമിയോ മരുന്നിനെ ഒരു സൊല്യൂഷനായി കണ്ടാൽ സൊല്യൂഷൻ്റെ ഡൈലൂഷൻ കൂടുന്നതനുസരിച്ച് എൻട്രോപ്പി കൂടും, അതായത് ഡിഗ്രി ഓഫ് ഡിസോർഡർ കൂടും. നമ്മുടെ ഗിബ്സ് ഹെൽമണ്ട് ഇക്വേഷൻ വെച്ച് നോക്കിയാൽ ΔG=ΔH - T∆S എന്നാണ്. അതായത് എൻട്രോപ്പി കൂടിക്കഴിഞ്ഞാൽ ഗിബ്സ് ഫ്രീ എനർജി കുറയുകയും ആ സിസ്റ്റം സ്പോണ്ടേനിയസ് ആയി മാറുകയും അപ്പോൾ ആ സിസ്റ്റം എക്സർഗോണിക് ആയി മാറുകയും ആ സിസ്റ്റം എനർജിയെ ലിബറേറ്റ് ചെയ്യുകയും ചെയ്യുമെന്നാണ് മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള തെർമോഡൈനാമിക്സിൻ്റെ അഡ്വാൻസ്ഡ് പഠനങ്ങൾ പറയുന്നത്. അതായത് ശാസ്ത്രത്തിൻ്റെ കാഴ്ചപ്പാടിൽ വെച്ചൊന്ന് പോയി കഴിഞ്ഞാൽ ഹോമിയോപ്പതി തെറ്റൊന്നുമില്ല. അതായത് സ്യൂഡോ സയൻസ് എന്ന് പറയുന്നത്, അത് സയൻസിൽ സ്യൂഡോ സയൻസ് ഒന്നുമില്ല, സ്യൂഡോ സയൻസിനെയും കൂടെ ഉൾക്കൊള്ളുന്നതാണ് സയൻസ്. സ്യൂഡോ സയൻസ് എന്ന് പറയുന്നത് സയൻസിനെ പരിഹസിക്കുന്നതിന് തുല്യമാണ്. ശാസ്ത്രവാദികൾ ഒരിക്കലും സ്യൂഡോ സയൻസ് എന്ന വാക്ക് ഉപയോഗിക്കാൻ പാടില്ല. എസൻസിന് ഹോമിയോപ്പതിയെ കാണുന്നതിലുള്ള കാഴ്ചപ്പാടിൽ ചില കുഴപ്പങ്ങളുണ്ട്. നമ്മളൊരു ആനയെ നോക്കുമ്പോൾ കൊമ്പ് കാണണമെങ്കിൽ ഒന്നെങ്കിൽ മുന്നിൽ നിന്ന് നോക്കണം, അല്ലെങ്കിൽ സൈഡിൽ നിന്ന് നോക്കണം. പുറകിൽ നിന്ന് നോക്കിയിട്ട് കൊമ്പ് കാണുന്നില്ല, പുറകിൽ നിന്ന് നോക്കിയിട്ട് കൊമ്പ് കാണുന്നില്ല എന്ന് പറഞ്ഞാൽ അത് ആനയുടെ കുഴപ്പമോ കൊമ്പിന്റെ കുഴപ്പമോ അല്ല, അത് ആ നിൽക്കുന്ന കാഴ്ചപ്പാടിന്റെ കുഴപ്പമാണ്, അല്ലേ? എസൻസ് ഇവിടെ ചില സ്ഥലങ്ങളിൽ ശാസ്ത്രീയത ആരോപിച്ചു കൊടുക്കുന്നുണ്ട്, ചില സ്ഥലങ്ങളിൽ ശാസ്ത്രീയത ഇല്ല എന്ന് പറയുന്നു. ഇത് ഇന്ദ്രപ്രസ്ഥത്തിൽ വെച്ച് ദുര്യോധനാദികൾക്കുണ്ടായതുപോലെ ഒരു സ്ഥലജല വിഭ്രമമാണ്. ജണ്ടസ്ഥലീയ സ്ഥലങ്ങളിലെല്ലാം വെള്ളമുണ്ടെന്നൊരു തോന്നലുണ്ടായി എന്ന് പറഞ്ഞാൽ ചില സ്ഥലങ്ങളിൽ എസൻസിന് ശാസ്ത്രീയത തോന്നുന്നു, ചില സ്ഥലത്ത് തോന്നുന്നില്ല. എസൻസ് മസ്റ്റ് ഫ്രീ ഫ്രം പ്രെജുഡിസം. എസൻസ് സയന്റിഫിക് പ്രെജുഡിസത്തിൽ നിന്നും പിന്മാറി എല്ലാ കാര്യങ്ങളെയും ലിബറലായി, സയൻസിന്റെ ലിബറലായ ഭാഷയിൽ നോക്കിക്കാണുമ്പോൾ ഇത്തരത്തിലുള്ള ലിബറലിസങ്ങൾ ഉണ്ടാകില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. താങ്ക് യു ഡോക്ടർ സബിൽ രാജ്. അടുത്തതായി 10 മിനിറ്റ് നീണ്ട ഉദ്ഘാടന സെഷന് വേണ്ടി ഡോക്ടർ ആരിഫ് ഹുസൈൻ തെരുവത്തിനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും അതുപോലെ സഹസംവാദകനും നന്ദി അറിയിച്ചുകൊണ്ട് നേരെ വിഷയത്തിലേക്ക് കടക്കാം. നമുക്ക് സമയം പരിമിതിയുള്ളതുകൊണ്ട്. അപ്പോൾ ഇവിടുത്തെ ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ഹോമിയോപ്പതി കപടമാണോ എന്നതാണ്. അതൊരു സ്യൂഡോ സയൻസ് ആണോ, അതേപോലെ അതൊരു ഷാർലറ്റാനിസം ആണോ എന്നതാണ് ചോദ്യം. എനിക്ക് ഒരു സമാധാനമുണ്ട്. കാരണം ആദ്യമേ തന്നെ സഹസംവാദകൻ നടത്തിയ പ്രഭാഷണത്തിൽ പറഞ്ഞ പോലെ ഇതൊരു സ്യൂഡോ സയൻസ് ആണെന്ന് അദ്ദേഹം തന്നെ സമ്മതിച്ചിരിക്കുകയാണ്. പക്ഷേ പ്രശ്നം സ്യൂഡോ സയൻസും ഒരു സയൻസ് ആണ് എന്ന് നമ്മൾ സമ്മതിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ പ്രശ്നം. അത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. കാരണം സ്യൂഡോ സയൻസ് ഈസ് നോട്ട് സയൻസ്, അത് രണ്ടും രണ്ടാണ്. പക്ഷെ ഇതൊരു സ്യൂഡോ സയൻസ് ആണ് ഹോമിയോപ്പതി എന്ന് സമ്മതിച്ചതിൽ വളരെ നന്ദിയുണ്ട്. ഇനി ഞാൻ പറയുന്നു എന്തുകൊണ്ട് ഇത് ഒരു ഷാർലറ്റാനിസം ആണ് എന്ന് പറയുന്നു, അല്ലെങ്കിൽ ഒരു കപടമാണ് എന്ന് നമ്മൾ പറയുന്നതിനുള്ള റീസൺ 2 പ്രധാനപ്പെട്ട വശങ്ങളിലൂടെയാണ് നമ്മളതിനെ കാണുന്നത്. ഒന്നാമത്തെ വശം എന്ന് പറയുന്നത് ഹോമിയോപ്പതിയുടെ ഫിലോസഫിക്കലായിട്ടുള്ള അബ്സേർഡിറ്റീസ്, അതിലെ മണ്ടത്തരങ്ങൾ. അതായത് ഹോമിയോപ്പതി തിയറി എന്ന് പറഞ്ഞുകൊണ്ട് കോളേജുകളിൽ പഠിപ്പിക്കുന്ന, അതിലെ ടെക്സ്റ്റ് ബുക്കുകളിൽ പഠിപ്പിക്കുന്ന സംഗതികൾ, അതിൽ അബ്സേർഡിറ്റീസ് ആണ് പ്രധാനപ്പെട്ട ഒരു കാരണം. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് ഇത് ഫലിക്കുന്നു എന്നതിന് ഒരു തെളിവ് പോലും ഇല്ല എന്നതാണ് ഇതിൻ്റെ രണ്ടാമത്തെ കാരണം. അതായത് there is no evidence, അല്ലെങ്കിൽ zero evidence to prove that homeopathy works. ഇതാണ് രണ്ടാമത്തെ കാരണം. ഈ 2 കാരണങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും ഇത് ഒരു സ്യൂഡോ സയൻസ് ആണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഞാനിവിടെ പറഞ്ഞു വെക്കുന്ന കാരണങ്ങൾ. ഇനി ഇതിൽ ചില ചോദ്യങ്ങളാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ഇവിടെ നിന്ന് മുന്നോട്ട് വെക്കാനുള്ളത് സഹസംവാദകനോട്. ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്,
ഇത് കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്തിട്ട് നമ്മളുടെ ഈ 1 മണിക്കൂർ തീരുന്നതിന് മുന്നേ ഇതിന് എത്ര എണ്ണത്തിന് ഇദ്ദേഹം ഉത്തരം നൽകാൻ സാധിക്കും എന്ന് നമ്മളൊന്ന് അറിയേണ്ടതുണ്ട്. അപ്പോൾ അത് അദ്ദേഹം തരുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ഹോമിയോപ്പതിയിൽ പറയുന്ന സംഗതികൾ 100% നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലേ? ഐ വിൽ റിപ്പീറ്റ്. ഹോമിയോപ്പതിയിൽ എഴുതി വെച്ചിട്ടുള്ള, ഹാനിമാൻ പറഞ്ഞിട്ടുള്ള, അതിനുശേഷം ഇദ്ദേഹം ഉദ്ധരിച്ചിട്ടുള്ള ആളുകളെല്ലാം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ഇത് 100%, ഒരു 0.1% പോലും കുറയാതെ മുഴുവനായിട്ട് അംഗീകരിക്കുന്നുണ്ടോ ഇല്ലേ? യെസ് ഓർ നോ? ഇതാണ് ഒന്നാമത്തെ കാര്യം. ഉണ്ട് എങ്കിൽ ഞാൻ ചില മരുന്നുകളുടെ പേര് പറയാം. അതെങ്ങനെയാണ് ഹോമിയോപ്പതിയിൽ വർക്ക് ചെയ്യുന്നത് എന്ന് എനിക്കൊന്ന് പറഞ്ഞു തരേണ്ടി വരും. ഒരു മെഡിസിൻ്റെ പേര് മൊബൈൽ ഫോൺ 30, 2 വാക്യൂം 1M, 3 ബെർലിൻ വാൾ 30C, 4 എലിഫന്റ് 30C, 5 ലൂണ 30C, 6 എക്സ്റേ 30C, 7 ടൈം 30C. പിന്നെ വേറെയുണ്ട് ഹെയർ ട്രാൻസ്മിഷൻ. ഹോമിയോ മരുന്ന് എടുക്കുന്നു, മുടി പറിക്കുന്നു, അതിനകത്ത് വെക്കുന്നു, വേറെ ആളുകളിലേക്ക് അത് എത്തിക്കുന്നു. അത് ചന്ദ്രനിലായാലും എത്തും എന്നാണ് ഹോമിയോപ്പതിക്കാർ പറയുന്നത്. അതിന് ഹോമിയോപ്പതിയുടെ വൈറ്റലിസം പ്രിൻസിപ്പിളാണ് അവർ ഉപയോഗിക്കുന്നത്. ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് ഒന്ന് പറഞ്ഞു തരണം. MP3 മെഡിക്കേഷൻ, മരുന്നുകളുടെ ലക്ഷണങ്ങൾ MP3-യിലാക്കി കൊടുക്കും, അത് കേൾക്കും, അസുഖം മാറും. എങ്ങനെയാണ് മാറുന്നതെന്നൊന്ന് പറഞ്ഞു തരണം. അതേപോലെ മെഡിസിൻ്റെ ചിത്രങ്ങൾ, അല്ലെങ്കിൽ അതിൻ്റെ പേരെഴുതി ചിത്രമാക്കി വെച്ചിട്ട് അത് നിങ്ങൾ തലയോണയുടെ അടിയിലൊക്കെ വെച്ച് കടന്ന് സ്വപ്നത്തിൽ കണ്ടുകൊണ്ട് അസുഖം മാറുന്നു. ഇതെങ്ങനെയാണ് എന്നും കൂടി ഒന്ന് പറഞ്ഞു തരണം. ഇനി അതല്ല, ഇതൊന്നും ഹോമിയോ അല്ല എന്നുണ്ടെങ്കിൽ ഹോമിയോപ്പതിയിൽ ഏത് മാനദണ്ഡം വെച്ചിട്ടാണ് ഇത് അശാസ്ത്രീയമാണ് എന്ന് നിങ്ങൾ പറയുന്നത്, അല്ലെങ്കിൽ ഹോമിയോപ്പതിക് ആണ് എന്ന് നിങ്ങൾ പറയുന്നത് എന്നൊന്ന് എനിക്ക് പറഞ്ഞു തരണം. രണ്ടാമത്തെ ചോദ്യം ഇതാണ്: സിങ്കോണ ബാർക്ക് എക്സ്പെരിമെന്റ്, അതായത് ഹാനിമാൻ ഈ ഹോമിയോപ്പതി കണ്ടുപിടിക്കാൻ കാരണമായിട്ടുള്ള ആദ്യത്തെ പരീക്ഷണം എന്ന് പറയുന്നത് സിങ്കോണ എന്ന് പറയുന്ന ആ ചെടിയുടെ സത്ത് എടുത്തുകൊണ്ട് അതിൻ്റെ ഒരു പ്രിപ്പറേഷൻ ഉണ്ടാക്കിക്കൊണ്ട് കഴിച്ചപ്പോൾ തൻ്റെ ശരീരത്തിൽ ചില കാര്യങ്ങളൊക്കെ ഉണ്ടായി. അത് വഴിയാണ് സിമിലിയ സിമിലിബസ് ക്യുറൻഡർ എന്ന് പറയുന്ന സാധനം, സമയന ശാന്തി എന്നൊക്കെ നമ്മൾ പറയാനുള്ള സാധനത്തിലേക്ക് എത്തിയത്. എൻ്റെ ചോദ്യം ഇതാണ്: ഈ എക്സ്പെരിമെന്റ് ഹാനിമാൻ നടത്തിയതിന് ശേഷം വേറെ ആരെങ്കിലും ഒരാൾ അത് നടത്തിയതിന് ഒരു തെളിവ് കൊണ്ടുവരിക. നടത്തിയിട്ടുണ്ടെങ്കിൽ ഉണ്ട് എന്ന് പറഞ്ഞ് അതാരാണ് നടത്തിയത്, അതിൻ്റെ ഔട്ട്പുട്ട് എന്തായിരുന്നു എന്നുള്ളതിന് പീർ റിവ്യൂഡ് ആയിട്ടുള്ള ക്രെഡിബിൾ ആയിട്ടുള്ള എവിഡൻസ് കൊണ്ടുവരിക, ഒരെണ്ണമെങ്കിലും. മൂന്നാമത്തത്, ഹാനിമാൻ ഇന്ന് ജീവിച്ചിരിപ്പുണ്ട് എങ്കിൽ ഹോമിയോപ്പതി കണ്ടുപിടിക്കാനുള്ള ഒരു കാരണം നിങ്ങൾ എനിക്ക് പറഞ്ഞു തരിക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഏറ്റവും മിനിമം ഇന്ന് കണ്ടുപിടിക്കില്ലേ എന്നെങ്കിലും ഒന്ന് പറഞ്ഞു തരിക. അതിന് ഇന്നതാണ് കാരണം, ഇന്ന കാരണം കൊണ്ട് ഹാനിമാൻ ഇന്ന് കണ്ടുപിടിക്കും. കാരണം ഹാനിമാൻ ജീവിച്ചിരുന്ന കാലത്ത് ജേം തിയറി ഇല്ല, ബാക്ടീരിയ വൈറസിനെ കുറിച്ച് ഹാനിമാൻ അറിയ പോലും ഇല്ല. ഹാനിമാൻ ജീവിച്ചിരുന്നത് ഒരു ബൾബ് പോലും, ഇന്നിവിടെ 100 കണക്കിന് ബൾബിൻ്റെ ചോട്ടിലാണ് നമ്മളിരിക്കുന്നത്. ഹാനിമാൻ ഈ കാര്യങ്ങൾ മുഴുവൻ എഴുതിയത് മെഴുകുതിരി വെട്ടത്തിൻ്റെ താഴെ ഇരുന്നിട്ടാണ് എന്ന് നമ്മൾ ഓർക്കുക. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഇന്ന് ഹാനിമാൻ ജീവിച്ചിരിക്കുമ്പോൾ ഈ ജേം തിയറി ഇവിടെ ഉണ്ടായിരിക്കെ, ഈ പറയുന്ന ബയോസ്റ്റാറ്റിസ്റ്റിക്സ് ഇവിടെ ഉണ്ടായിരിക്കെ, ഈ പറയുന്ന ഫാർമക്കോളജിക്കൽ ആയിട്ടുള്ള നോളജ് ഇവിടെ ഉണ്ടായിരിക്കെ, ഈ പറയുന്ന കൺട്രോൾ ട്രയൽ, പ്ലാസിബോ കൺട്രോൾ ട്രയൽസ്, ഗോൾഡ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്ന സംഗതികളൊക്കെ ഉണ്ടായിരിക്കെ, ഇന്ന് ഹാനിമാൻ ഹോമിയോപ്പതി കണ്ടുപിടിക്കുമോ ഇല്ലേ? ഉണ്ടെങ്കിൽ അതിന് ഏതാണ് ആ കാരണം എന്നതാണ് മൂന്നാമത്തെ ചോദ്യം. നാലാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഇവിടെ 30C എന്ന് പറയുന്ന മരുന്ന്, ആ മരുന്നുകൾ എടുത്തു കഴിയുമ്പോൾ അതിനകത്ത് മോളിക്യൂൾസ് ഉണ്ടാകുമോ ഇല്ലേ? ഇതാണ് എനിക്ക് കൃത്യമായിട്ട് അറിയേണ്ട ഒരു സാധനം. മോളിക്യൂൾ ഉണ്ട് എങ്കിൽ ആ മോളിക്യൂൾ ഉണ്ടാകുന്നത് എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത്? മോളിക്യൂൾ ഇല്ല എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ആ മരുന്ന് വർക്ക് ചെയ്യുന്നത്? ഇത് പറഞ്ഞു തരാം. അഞ്ചാമത്തെ ചോദ്യം, അതായത് ആധുനിക ശാസ്ത്രത്തിന്റെ വഴി എന്ന് നമ്മൾ പറയുന്നതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് റാൻഡമൈസ്ഡ് പ്ലാസിബോ കൺട്രോൾ ട്രയൽസ്, ക്ലിനിക്കൽ ട്രയൽസ് എന്ന് പറയുന്നത്. ഈ സംഗതി ഒരു മരുന്നിന്റെ എഫിക്കസി നിശ്ചയിക്കാൻ വേണ്ടിയിട്ട് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് എന്ന് ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് എതിരെ അഭിപ്രായം ഉണ്ടോ ഇല്ലേ? ഡു യു ആക്സെപ്റ്റ് ഇറ്റ് ഓർ നോട്ട്? ഇതാണ് എനിക്ക് അറിയേണ്ടത്. ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, ആറാമത്തത്, നെയിം വൺ ഡിസീസ്, ഒരു കണ്ടീഷൻ, ഒരു ഡിസീസ്, ആ ഡിസീസിൽ പ്ലാസിബോ എന്ന് പറയുന്ന സംഗതിയെ ഹോമിയോപ്പതി തോൽപ്പിച്ചതിന്റെ ഒരു തെളിവ്. ഏതെങ്കിലും ഒരു അസുഖത്തിൽ, ഇന്ന അസുഖത്തിൽ ഹോമിയോപ്പതി വാസ് ഇഫക്റ്റീവ് ഓർ ഫെയിൽഡ് പ്ലാസിബോ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ, ഒരു അസുഖത്തിന്റെ പേര് ഒന്ന് പറഞ്ഞു തരാം. അവസാനത്തെ ഏഴാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, നിങ്ങളൊരു ട്രയൽ നടത്തുന്നു, അതിൽ നിങ്ങൾക്ക് ഫലം നെഗറ്റീവ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ അതിൻ്റെ ഔട്ട്കം മാറ്റുമോ അതോ രണ്ടാമത് വേറെ ടെസ്റ്റിലേക്ക് പോകുമോ? എന്താണ് ചെയ്യുക? ഇതാണ് എനിക്കറിയാം. അപ്പോൾ 7 ചോദ്യങ്ങളാണ് എനിക്കിവിടെ വെക്കാനുള്ളത്. അവസാനമായിട്ട് ഞാനൊരു കാര്യം പറയുന്നു. എന്തുകൊണ്ട് ഇത് പറയുന്നു, എന്തുകൊണ്ട് ഇന്ത്യയിൽ ഇന്നും ഈ ചർച്ച ഇവിടെ റെലവൻ്റ് ആയിട്ട് നിൽക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യയിൽ ഇന്നും ഈ പറയുന്ന
ഈ ഹോമിയോപ്പതിക്ക് ഗവൺമെന്റ് സപ്പോർട്ടോട് കൂടി പൊതുപണം ഇവിടെ വേസ്റ്റ് ചെയ്യുന്നു എന്നതാണ് നമ്മളെയൊക്കെ ഇതിലേക്ക് കൊണ്ടുവരാനുള്ള പ്രധാന കാര്യം, ഇതിനെ വിമർശിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ലോകത്ത് എത്ര സ്ഥലങ്ങളിൽ കൃത്യമായ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ അതിൻ്റെ റാൻഡമൈസ് കൺട്രോൾ ട്രയൽ നടത്തിയും അതിന് മുകളിലുള്ള മെറ്റാ അനാലിസിസ് നടത്തിയും അതിന് മുകളിലുള്ള സിസ്റ്റമാറ്റിക് റിവ്യൂ നടത്തിയിട്ടും തെളിവില്ല, ഇത് ഫലിക്കുന്നുണ്ട് എന്നുള്ളതിന് തെളിവില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇത് തള്ളിക്കളഞ്ഞതിനുള്ള ഉദാഹരണങ്ങൾ, ബോഡീസിന്റെ പേരുകൾ ഞാൻ പറയാം. ഒന്ന് 2005 മുതൽ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ലാൻസെറ്റിൽ വന്ന ആ റിപ്പോർട്ട് തന്നെയാണ് എൻഡ് ഓഫ് ഹോമിയോപ്പതി എന്ന് പറയുന്ന ഒരു റിപ്പോർട്ട്. 2015 NHMRC ഓസ്ട്രേലിയയിൽ പറഞ്ഞു ഇതിന് ഫലമില്ല. അവർ 57 പഠനങ്ങളാണ് സിസ്റ്റമാറ്റിക് റിവ്യൂ അത് നോക്കിയത്. അതിൽ 68 അസുഖങ്ങളാണ് അവർ പരീക്ഷിച്ചത്. അതിലൊന്നുപോലും ഫലിക്കുന്നു എന്ന് കണ്ടിട്ടില്ല. 2018 NHS ഡിക്ലെയർ ചെയ്തു UK ഇതിന് തെളിവില്ല. അതിനുശേഷം ഫ്രാൻസിൽ പറഞ്ഞു തെളിവില്ല, അവിടെ ഡീഫണ്ട് ചെയ്തു. അടുത്തത് റഷ്യയിൽ പറഞ്ഞു, റഷ്യൻ അക്കാഡമി ഓഫ് സയൻസ്, ഇതിന് തെളിവില്ല. അടുത്തത് ഹംഗറിയിൽ പറഞ്ഞു തെളിവില്ല. സ്വീഡനിൽ പറഞ്ഞു തെളിവില്ല. നാഷണൽ സെന്റർ ഓഫ് കോംപ്ലിമെന്ററി ആൻഡ് ഇന്റഗ്രേറ്റീവ് ഹെൽത്ത് USA അവരും പറഞ്ഞു ഇതിന് തെളിവില്ല. യൂറോപ്യൻ അക്കാഡമിക് സയൻസ് അവരുടെ ബോഡീസ് അവരും പറയുന്നു തെളിവില്ല. അതുകൂടാതെ കൊക്കറൈൻ റിവ്യൂസ് അതിലും പറയുന്നു തെളിവില്ല. അതിലും പറയുന്നു തെളിവില്ല. അവിടുന്ന് അങ്ങോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇതിൻ്റെ ഒരു പ്രശ്നം, ഇപ്പോൾ കുറെ പഠനങ്ങളൊക്കെ ആയിട്ട് വരും. 2022 ഒരു പഠനം വന്നു. ആ പഠനത്തിൽ പറയുന്നത് 2002 മുതൽ ഹോമിയോപ്പതി മേഖലയിൽ നിന്ന് പുറത്തേക്ക് പബ്ലിഷ് ചെയ്തു എന്ന് പറയപ്പെടുന്ന സ്റ്റഡീസിന്റെ ഒരു പൊതു സ്വഭാവം 38% ട്രയൽസും അത് രജിസ്റ്റർ ചെയ്തിട്ടുള്ള, അതായത് ക്ലിനിക്കൽ ട്രയൽ രജിസ്ട്രിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള പഠനങ്ങൾ അതിൽ 38% ഒരിക്കലും പബ്ലിഷ് ചെയ്തിട്ടില്ല. ഒന്നാമത്തെ കാര്യം. 2, പബ്ലിഷ് ചെയ്ത അതായത് പേപ്പറുകൾ അതിൽ 50% അത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അതപ്പോൾ ഇവിടെ സംഭവിക്കുന്ന എന്താണ്? റിട്രോസ്പെക്റ്റീവ് രജിസ്ട്രേഷൻ ആണ് പലപ്പോഴും നടക്കുന്നത്. പഠനം നടത്തുന്നു, ഗുണമുണ്ടെങ്കിൽ രജിസ്റ്റർ ചെയ്യും, ഇല്ലെങ്കിൽ മുക്കും എന്ന് വെച്ചാൽ നെഗറ്റീവ് സ്റ്റഡീസ് ഒരിക്കലും പബ്ലിഷ് ചെയ്യുന്നില്ല. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇതിലുള്ള പഠനത്തിന്റെ ഒരു പൊതു സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവായിട്ടുള്ള സാധനങ്ങൾ മാത്രം പബ്ലിഷ് ചെയ്യും, നെഗറ്റീവായിട്ടുള്ളത് മാത്രം പബ്ലിഷ് ചെയ്യില്ല എന്ന് വരുന്നൊരു അവസ്ഥ. അപ്പോൾ അതിന്റെ പ്രശ്നം ഇനി ഇതിൽ അഥവാ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ തന്നെ ഔട്ട്കം സ്വിച്ച് ചെയ്യുക. ഇതിൽ ഹോമിയോപ്പതിയിൽ അടിമുടി പ്രവർത്തിക്കുന്ന സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്സസ് ഷാർപ്പ് ഷൂട്ടർ ഫാലസി എന്ന് പറയുന്ന ഒരു സംഗതിയാണ്. നിങ്ങളൊരു കണ്ണുമൂടി ഒരു ബോർഡിലേക്ക് വെടിവെക്കുന്നു, വെടിവെച്ചതിന് ശേഷം നിങ്ങൾ അവിടെ പോയിട്ട് വട്ടം വരയ്ക്കും, എന്നിട്ട് പറയും അതേ കണ്ടില്ല, ഞാൻ അതിന്റെ ബുൾസ് ഐയിൽ ഞാൻ വെടിവെച്ചിരിക്കുകയാണ് എന്ന് പറയുന്ന അവസ്ഥയാണ് ഇവിടെ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. അവിടെ സംഭവിക്കുന്നത് ഇത്തരത്തിലുള്ള ന്യായ വൈകല്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നിൽക്കുന്നു. ശാസ്ത്രത്തിന് അടിത്തറയില്ല. അതുപോലെ തന്നെ ഇത് തെളിവുണ്ട് എന്നുള്ളതിന്, വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതിനുള്ള ഒരു തെളിവ് പോലും ഇല്ല. ഒരസുഖത്തിൽ പോലും ഇത് തെളിയിച്ചിട്ടില്ല. അതേപോലെ തന്നെ ഈ ഷാർപ്പ് ഷൂട്ടർ ഫാലസി വെച്ചുകൊണ്ടാണ് ഇത് നിലനിൽക്കുന്നത്. അതും കൂടാതെ ഞാൻ ഉന്നയിച്ച 7 ചോദ്യങ്ങൾ, അതിനുള്ള ഉത്തരങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ നിർത്തുന്നു. നന്ദി. താങ്ക് യു ആരിഫ്. അടുത്തതായിട്ട് നമ്മുടെ 5 മിനിറ്റ് നീളമുള്ള വാദപ്രതിവാദ റൗണ്ടാണ്. അതിലേക്ക് ഡോക്ടർ പി സബിൽരാജിനെ ക്ഷണിക്കുകയാണ്. ഞാനൊരു അടുത്ത സെക്ഷനിലേക്ക് കയറുകയാണ്. അദ്ദേഹം പറഞ്ഞ ചോദ്യത്തിനെല്ലാം ഉത്തരം കൃത്യമായി തരാവുന്നതാണ്. രണ്ടാമത്തെ ഗ്രൂപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഹോമിയോപ്പതി ഫേസ് ചെയ്യുന്നത് വൈറ്റൽ ഫോഴ്സ് സിദ്ധാന്തത്തെക്കുറിച്ചാണ്. എസൻസ് പറയുന്നു, കാലഹരണപ്പെട്ട വൈറ്റൽ ഫോഴ്സ് സിദ്ധാന്തത്തിൽ വിശ്വസിക്കുന്ന ഹോമിയോപ്പതി അടിസ്ഥാനരഹിതമാണ്, അതുകൊണ്ട് സ്യൂഡോ സയൻസ് ആണ്. നമുക്കറിയാം ബെർസീലിയസ് ആണ് വൈറ്റൽ ഫോഴ്സ് സിദ്ധാന്തം മുന്നോട്ട് കൊണ്ടുവന്നത്. എല്ലാ ജീവൽ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്ന അടിസ്ഥാനപരമായി വൈറ്റൽ ഫോഴ്സ് ആണെന്നും എല്ലാ ജീവൽ പ്രവർത്തനങ്ങളും നിർമ്മിക്കാൻ വൈറ്റൽ ഫോഴ്സ് വേണമെന്നുമാണ് സിദ്ധാന്തം പറയുന്നത്. 1828 ഫ്രെഡറിക് വോളർ അമോണിയ സയനൈഡിനെ ചൂടാക്കിക്കൊണ്ട് യൂറിയ നിർമ്മിച്ചത് എന്നിട്ട് പറഞ്ഞു വൈറ്റൽ ഫോഴ്സ് ഇല്ലാതെയും ജീവവസ്തുക്കളെ നിർമ്മിക്കാമെന്ന്. വൈറ്റൽ ഫോഴ്സ് സിദ്ധാന്തത്തിന്റെ അന്ത്യമായിട്ടാണ് മെറ്റീരിയലിസ്റ്റുകൾ ഇതിനെ കണ്ടത്. അവർ വോളറെ ഓർഗാനിക് കെമിസ്ട്രിയുടെ പിതാവായി അവരോധിക്കുകയും ചെയ്തു. പിന്നീട് അസറ്റിക് ആസിഡ്, ഗ്ലൂക്കോസ്, ഇൻഡോള്, ഇബുപ്രിഫിൻ അങ്ങനെയുള്ള കെമിക്കൽസും, പിന്നീട് സ്റ്റാൻലി മില്ലർ ആൻഡ് ഹെറാൾഡ് യൂറയുടെ അമിനോ ആസിഡും, നമ്മുടെ ഹർഗോവൻ ഖൊരാന നിർമ്മിച്ച ആർട്ടിഫിഷ്യൽ ഡിഎൻഎയും, അങ്ങനെ ഒത്തിരി വസ്തുക്കൾ അവർ കൃത്രിമമായി നിർമ്മിച്ചു. സത്യം പറഞ്ഞാൽ 20 മില്യൺ ഓർഗാനിക് കോമ്പൗണ്ട്സ് ഉണ്ട്. ഇത് മുഴുവൻ കൃത്രിമമായി നിർമ്മിച്ചാൽ മാത്രമേ ഈ പരീക്ഷണം പൂർണ്ണമാവൂ. അതല്ലേ ശാസ്ത്രത്തിന്റെ ഒരു ശതമാന കണക്ക്. നമുക്കറിയാം കെമിക്കൽ ഒറിജിൻ ഓഫ് ലൈഫ് പ്രകാരം ആദിയിൽ ഏതോ ചില കെമിക്കൽ കോമ്പിനേഷന്റെ ഫലമായിട്ടാണ് ജീവൻ ഉണ്ടായത്. ഇന്ന് ശാസ്ത്രത്തിന് ആ കോമ്പിനേഷൻ ഇന്ന് അറിയില്ല. പക്ഷേ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, സൾഫർ തുടങ്ങിയ എലമെന്റ്സുകൾ അതിനകത്ത് വലിയ റോൾ വഹിക്കുന്നുണ്ടെന്ന് അറിയാം. കെമിക്കൽ കോമ്പിനേഷനിലൂടെ ഉണ്ടായ ഈ ലൈഫ് പിന്നീട് ഒരു സുപ്രീം അതോറിറ്റിയായി നിലനിൽക്കുകയും അതെല്ലാ ഓർഗാനിക് വസ്തുക്കളെ നിർമ്മിക്കാൻ തുടങ്ങുകയും ചെയ്തു. സെൽ ഈസ് ഫോംഡ് ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് സെൽ എന്നാണ് സെൽ തിയറിയുടെ പിതാവായ വിർച്ചോ വരെ പറഞ്ഞിട്ടുള്ളത്. ജൈവ വസ്തുക്കളെ
ഇങ്ങനെ നിർമ്മിക്കുന്നതിന് വൈറ്റൽ ഫോഴ്സ് വേണ്ട എന്ന് തെളിയിക്കാനാണ് ഇവർ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇവർ ചെയ്യേണ്ട ഒരു ജീവനുള്ള സെല്ലിനെ എടുത്തിട്ട് അത് കൊല്ലുക. അപ്പോഴതിനകത്ത് വൈറ്റൽ ഫോഴ്സ് ഇല്ല. വൈറ്റൽ ഫോഴ്സ് ഇല്ലാതെ ആർട്ടിഫിഷ്യലായിട്ട് വേറെ എന്തെങ്കിലും സാധനം വെച്ച് ആ ജീവൽ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുക. എങ്കിൽ മാത്രമേ വൈറ്റൽ ഫോഴ്സ് ഇല്ലാതെ മറ്റ് ജീവൽ പ്രവർത്തനം നടക്കൂ എന്ന് തെളിയിക്കാൻ പറ്റത്തുള്ളൂ. ഇവിടെ തെളിയിച്ചത് വൈറ്റൽ ഫോഴ്സ് വെച്ചും ജീവൽ പ്രവർത്തനങ്ങൾ നടത്താം, വൈറ്റൽ ഫോഴ്സ് ഇല്ലാതെ നടത്താം എന്ന് മാത്രമാണ് ഈ പരീക്ഷണത്തിൽ തെളിയിച്ചത്. അതായത് വൈറ്റൽ ഫോഴ്സിന്റെ സാന്നിധ്യം തെറ്റാണെന്ന് തെളിയിക്കാൻ ആ പരീക്ഷണത്തിന് പൂർണ്ണമായും കഴിഞ്ഞില്ല. അഫോറിസം 10 ഹാനുമാൻ പറയുന്നത്, എ ബോഡി വിത്തൗട്ട് വൈറ്റൽ ഫോഴ്സ് ഹാസ് നോ സെൻസേഷൻ ആൻഡ് നോ ഫങ്ഷൻസ്, നോ സെൽഫ് പ്രിസർവേഷൻ, ഇറ്റ് ഈസ് ഡെഡ്. വൈറ്റൽ ഫോഴ്സ് അശാസ്ത്രീയമാണെന്ന് തെളിയിക്കാൻ ഈ പരീക്ഷണങ്ങൾക്കൊന്നും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം. അഫോറിസം 11 മുതൽ 12 വരെയുള്ള ഓർഗനോണം മെഡിസിനിൽ ഹാനുമാൻ പറയുന്നു, വൈറ്റൽ ഫോഴ്സിനെ ആണ് ആദ്യം രോഗം ബാധിക്കുന്നതെന്ന്. പിന്നീട് ഉണ്ടാകുന്നതെല്ലാം അതിൻ്റെ സെക്കൻഡറീസ് ആണ്. അത് ബാക്ടീരിയൽ ഗ്രോത്ത് ആണെങ്കിലും സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ ചേഞ്ചസ് ആണെങ്കിലും വൈറ്റൽ ഫോഴ്സിന് ചേഞ്ച് ഉണ്ടാകുന്നതുകൊണ്ട് മാത്രമാണ് ബാക്ടീരിയൽ സസെപ്റ്റബിലിറ്റി ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഹോമിയോപ്പതി ജെം തിയറി എതിർക്കുന്നത്. കാരണം ബാക്ടീരിയ ഈസ് നോട്ട് ദ കോസ് ഓഫ് ഡിസീസ്, ഇറ്റ് ഈസ് ഓൺലി ദ പ്രോഡക്റ്റ് ഓഫ് ആൾട്ടേർഡ് സസെപ്റ്റബിലിറ്റി എന്നാണ് ഹാനുമാൻ പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ പ്രോഡക്റ്റുകളെ ചികിത്സിച്ചാൽ ആ പ്രൈമറി കോസ് അവിടെ മാറാതെ കിടക്കും. അതുകൊണ്ടാണ് അസുഖങ്ങൾ നേരെ തിരിച്ചു വരുന്നതും ക്യൂർ എന്നത് ഒരു കിട്ടാക്കനിയായി അവിടെ കിടക്കുകയും ചെയ്യുന്നത്. ഓർഗനോണിന്റെ ഇൻട്രൊഡക്ഷനിൽ ഹാനിമാൻ ഓൾഡ് സ്കൂൾ ഓഫ് മെഡിസിനെ കുറിച്ച് പറയുന്നുണ്ട്. അവർ കാരണം കണ്ടെത്തി അലയുന്നുണ്ട് രോഗത്തിനോട്. റിവ്യൂ ഓഫ് തെറാപ്യൂട്ടിക്സ്, അലോപ്പതി ആൻഡ് ദ ഓൾഡ് സ്കൂൾ ഓഫ് മെഡിസിൻ ഹിതർ ടു ബി പ്രാക്ടീസ്ഡ് എന്നാണ് ഹാനിമാൻ ഹെഡിങ് കൊടുത്തിരിക്കുന്നത്. അലോപ്പതി എന്നുള്ള വാക്ക് ആദ്യമായി ലോകത്ത് ഉപയോഗിക്കുന്നത് ഓർഗനോണിന്റെ ഈ ഇൻട്രൊഡക്ഷനിലാണ്. 13 ഭാഷകളിൽ പ്രാവീണ്യം ഉണ്ടായിരുന്ന ലിംഗ്വിസ്റ്റായ ഹാനിമാൻ ഇവർക്ക് ഹോളിസ്റ്റിക് കൺസെപ്റ്റ് ഇല്ല എന്നുള്ള കാര്യം കൊണ്ട് പരിഹസിച്ചാണ് അലോപ്പതി എന്നുള്ള വാക്ക് ഉപയോഗിച്ചത്. അലോസ് എന്നാൽ ഡിഫറൻ്റ് എന്നും പാത്തോസ് എന്നാൽ ഡിസീസ് എന്നുമാണ്. ഓൾഡ് സ്കൂൾ മുഴുവൻ അലോപ്പതി കൺസെപ്റ്റാണ് ഫോളോ ചെയ്യുന്നതെങ്കിലും ഹാനിമാൻ അലോപ്പതി എന്ന് വിളിച്ചത് ഗാലന്റെ ആന്റിപ്പതിയെ തന്നെയാണ്. അലോപ്പതി ഇല്ല എന്നും ഇന്നെല്ലാം ആധുനികമായി മാറി എന്നും എസൻസ് പറയുമ്പോൾ എസൻസിനോട് നമ്മളോടൊരു ചോദ്യമുണ്ട്. നമുക്കൊരു ചോദ്യം, ഈ അലോപ്പതിയെ എസൻസ് ഒരു സ്യൂഡോ സയൻസായി കാണുന്നുണ്ടോ? അല്ലെങ്കിൽ ആ എസൻസിൻ്റെ സ്യൂഡോ സയൻസ് ലിസ്റ്റിൽ അലോപ്പതി ഉണ്ടോ? ഇല്ലെങ്കിൽ എന്തുകൊണ്ട്? ഇപ്പോൾ ഈ പേര് മാറ്റുമ്പോൾ എനിക്ക് ശ്രീനിവാസൻ ചേട്ടൻ്റെ ഒരു കഥാപാത്രത്തെയാണ് ഓർമ്മ വരുന്നത്. ഇപ്പോൾ ഞാൻ രാജപ്പനല്ല സൂപ്പർ സ്റ്റാർ സരോജ് കുമാർ ആണെന്ന് പറയുന്ന പോലെയാണ് ഞങ്ങൾക്ക് തോന്നിക്കുന്നത്. മെറ്റീരിയലിസ്റ്റുകൾ നൂറ്റാണ്ടുകളായി കോസ് ഓഫ് ദ ഡിസീസ് തേടി നടന്നു. ഇൽ ഹ്യൂമറുകളെയാണ്, മെറ്റീരിയ പെക്കിൻസിനെയൊക്കെയാണ് അവർ കോസായി കണ്ടത്. ഇതിനെ ബ്ലഡിലുള്ളതിനെ മാറ്റാൻ വേണ്ടി അവർ വിനേസെക്ഷനും ലീച്ചിങ്ങും നടത്തി. ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനുള്ളതിനെ മാറ്റാൻ വേണ്ടി അവർ പെർഗേഷനും എമിറ്റിക്സും നടത്തി. ബ്രൂസോയുടെ ബ്ലഡ് ലെറ്റിങ്ങിനെ ഹാനിമാൻ വിളിച്ചത് ബ്ലഡ് ടേസ്റ്റി ബ്രൂസോ എന്നാണ് വിളിച്ചത്. ഇവാക്യുവേറ്റിംഗ്, ഈ പറയുന്ന എമിറ്റിക്സിനെയും പെർഗേസിനെയൊക്കെ ചേർത്ത് ഹാനിമാൻ വിളിച്ചത് ഇവാക്യുവേറ്റിംഗ് ആർട്ട് എന്നാണ് കളിയാക്കി വിളിച്ചത്. അതായത് ഓൾഡ് സ്കൂൾ സിമീലിയ പ്രിൻസിപ്പിളിനെ കണ്ടുവരുന്നുണ്ടായിരുന്നു, നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അവർ ഡ്യുവാസ് നേച്ചറ ആൻഡ് മിനിസ്ട്രോ നേച്ചറ എന്ന് പറഞ്ഞ് നേച്ചറിൻ്റെ ഫോളോവേഴ്സ് എന്ന് പറഞ്ഞ് നേച്ചറിൽ കാണുന്ന രീതിയിൽ ട്രീറ്റ് ചെയ്യാൻ തുടങ്ങി. ഇന്ന് കാണുന്ന വാക്സിനേഷനും ആൻറ്റിവനവും ഒക്കെ അതിൻ്റെ പരിഷ്കരിച്ച രൂപങ്ങൾ മാത്രമാണ്. അതായത് പനി മാറാമ്പോൾ വിയർക്കുന്നതുകൊണ്ട് അവർ വിയർപ്പിക്കൽ ചികിത്സ ചെയ്യാൻ തുടങ്ങി. പിന്നീട് അവർ നേച്ചേഴ്സ് ഹാപ്പി ഗോലക്കി ഓപ്പറേഷൻ വെച്ച് ട്രീറ്റ് ചെയ്യാൻ തുടങ്ങി. അതായത് കൗ പോക്സ് വരുമ്പോൾ സ്മോൾ പോക്സ് മാറുന്നു. ഇവിടെ രണ്ടാമത് വരുന്ന അസുഖം പൂർണ്ണമായി മാറാൻ പറ്റുന്നില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഹാനിമാൻ പൊട്ടൻറ്റേസ് ഒരു സ്ട്രോങ് മെഡിസിൻ കൊടുക്കാൻ തുടങ്ങിയത്. ഹോമിയോപ്പതിയുടെ മോഡസ് ഓപ്പറാന്തിയും ഹാനിമാൻ അവിടെ പറഞ്ഞു കേൾക്കുന്നു. ഇതും ഡൈനാമിക് ലെവലിലാണ് ആക്ട് ചെയ്യുന്നത്. ഡിസീസിൻ്റെ കോസും ഡൈനാമിക് ആണെന്നാണ് ഹാനിമാൻ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിട്ടുള്ളത്. താങ്ക് യു ഡോക്ടർ സബിൽ രാജ്. അടുത്ത ആദ്യത്തെ റൗണ്ട് വാദപ്രതിവാദത്തിനായി ആരിഫ് ഹുസൈൻ ദരുവത്തിനെ ക്ഷണിക്കുകയാണ്. ഓക്കെ, ഞാൻ 7 ചോദ്യങ്ങൾ ഇവിടെ മുന്നിൽ വെച്ചിരുന്നു. അതിലൊന്നിൽ പോലും അദ്ദേഹം തൊട്ടിട്ടില്ല. അപ്പം അത് ഞാൻ അവസാനം ആവർത്തിക്കാം. എന്തായാലും ഇദ്ദേഹം ഇവിടെ സംസാരിച്ചതിലൊരു പ്രധാന കാര്യം വൈറ്റലിസം എന്ന് പറയുന്ന സംഗതിയെ ഊന്നിക്കൊണ്ടാണ്. വൈറ്റലിസത്തെ കുറിച്ചിട്ട് ഒരു വിശ്വവിഖ്യാതമായ ഒരു സ്റ്റേറ്റ്മെന്റ് വായിക്കാം. And so to those of you who may be vitalists, I would make this prophecy. What everyone believed yesterday and you believe today, only cranks will believe tomorrow. ആരാണ് നിങ്ങളെന്ന് ചിന്തിക്കുക. ഇത് പറഞ്ഞിരിക്കുന്നത് ഫ്രാൻസിസ് ക്രിക്ക്, ദ കോ ഡിസ്കവറർ ഓഫ് ദ സ്ട്രക്ചർ ഓഫ് DNA, 1967 പറഞ്ഞ കാര്യമാണ്. അതായത് ഈ വൈറ്റലിസം എന്ന് പറയുന്ന ഒരു കുട്ടിച്ചാത്തൻ സിദ്ധാന്തം, പച്ചയ്ക്ക് പറഞ്ഞ അതാണ്. ആ സാധനത്തിൽ ഇന്ന് ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ട്, അതാണ് ഈ മെഡിക്കൽ സയൻസിൽ ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്ന് വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ അവർക്ക് കാര്യമായ എന്തോ തകരാറുണ്ട് എന്നാണ് സത്യത്തിൽ സയൻസിലെ മേഖലയിലുള്ള ആളുകൾ പറയുന്നത്. ഞാൻ വ്യക്തി അധിക്ഷേപം നടത്തുകയല്ല, പക്ഷേ ഒരു മെഡിക്കൽ സയൻസിൽ നിന്നുകൊണ്ട് എങ്ങനെയാണ് ഇത് പറയാൻ കഴിയുക എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ട ഒരു വസ്തുതയാണ്. ഇനി ഇദ്ദേഹം പറഞ്ഞല്ലോ പല കാര്യങ്ങളും. അപ്പം ഞാനിവിടെ ഈ പറയുന്ന ഡൈനാമിക് ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ വൈറ്റലിസം പ്രിൻസിപ്പിളിന്റെ ചില വശങ്ങളിൽ പറഞ്ഞു വെക്കുന്ന കാര്യങ്ങൾ പറയാം. ഇതിൽ
ഞാൻ ആദ്യം ഒരു ചോദ്യം ചോദിച്ചിരുന്നു. ഹോമിയോപ്പതിയിൽ പറയുന്ന സംഗതികളിൽ 100% നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചിരുന്നു. ആ ചോദ്യം ഞാൻ ആവർത്തിക്കുന്നതോടൊപ്പം ഇതിൽ പറഞ്ഞ കാര്യവും നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നാണ് നോക്കുക. അതാണ് എനിക്ക് അറിയേണ്ടത്. അപ്പൊ ഡൈനാമിക് ഇൻഫ്ലുവൻസ് എന്ന് പറയുന്ന സംഗതിയെ കുറിച്ചിട്ട് ഇവിടെ ഹാനിമാന്റെ ഓർഗൻ ഓഫ് മെഡിസിനിൽ അഫോറിസം 10, 11 ഇതിലൊക്കെ പറഞ്ഞിരിക്കുന്ന അതിന്റെ ഭാഗമായിട്ട് ഒരു ഫുട് നോട്ടിൽ ഒരു കാര്യം പറഞ്ഞിരിക്കുകയാണ്. വാട്ട് ഈസ് ഡൈനാമിക് ഇൻഫ്ലുവൻസ് എന്ന് ചോദിച്ചുകൊണ്ട് അവിടെ ഒരു പാസേജ് ഉണ്ട്. അതിൽ പറഞ്ഞിരിക്കുന്നത് ഡൈനാമിക് ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞ ആള് ഉദാഹരണം കൊടുക്കുന്നത് അവർ എർത്ത് ബൈ വിർച്യൂ ഓഫ് എ ഹിഡൻ ഇൻവിസിബിൾ എനർജി ക്യാരീസ് ദ മൂൺ അറൌണ്ട് ഹെർ. അങ്ങനെയാണോ അല്ലയോ എന്ന് നിങ്ങൾ ചിന്തിക്കാം, എൻ്റെ സഹസംവാദകനും ചിന്തിക്കാം. ഈ ഭൂമിക്ക് ചുറ്റും ഈ മൂൺ സഞ്ചരിക്കുന്നത് ഏതെങ്കിലും ഹിഡൻ എനർജിയുടെ കാരണം കൊണ്ടാണോ എന്ന് നിങ്ങൾ ഒന്ന് ചിന്തിക്കാം. ആ എനർജിക്ക് നമ്മൾ പറയുന്ന പേരെന്താണ് എന്ന് പറയാം. ആ സംഗതി ഇവിടെ ഉദാഹരിക്കുന്നത് എന്തിനാണ് എന്ന് നിങ്ങൾ ആലോചിക്കാം. ഇനി ഇത് പറഞ്ഞുകൊണ്ട് ആനിമ ബാക്കി പറയുന്നതാണ്. അതായത് അസുഖങ്ങൾ ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുന്നതിന് ഉദാഹരണം കണ്ടെത്താൻ, അതിനെ ഉപമിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഉദാഹരണം പറയുന്നത്. അപ്പൊ ലാസ്റ്റ് പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമാണ്, just as a child with smallpox or measles communicates to a near untouched healthy child in an invisible manner dynamically, the smallpox or measles that is infects it at a distance without anything material from the infective child going to or capable of going to the one to be infected. അപ്പം ഞാൻ ഇവിടെ മുന്നോട്ട് വെക്കുന്ന ചോദ്യം ഇതാണ്. ഹാനിമാൻ ഓർഗൻ ഓഫ് മെഡിസിനിൽ പറയുന്നത് ഒരു മീസിൽസ് രോഗിയിൽ നിന്നും മറ്റൊരു മീസിൽസ് രോഗിയിലേക്ക് അസുഖം പകരുന്നതിന് അവിടെ വൈറസോ ബാക്ടീരിയയോ ഫംഗസോ അങ്ങനത്തെ ഒരു ജാതി സാധനവുമില്ല, അവിടെ ഒരു കുട്ടിച്ചാത്തനാണെന്നാണ് പറഞ്ഞു വെക്കുന്നത്. ഈ പറയുന്ന സംഗതി ഇന്ന് നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലേ? ഇത് കൃത്യമായിട്ടൊന്ന് പറഞ്ഞു തരാം. ഞാൻ ആദ്യം ഉന്നയിച്ച ചോദ്യത്തിലേക്ക് ഊന്നുകയാണ്, കാരണം നമുക്ക് അധികം സമയമില്ലാത്തതിന് പുതിയ പുതിയ വിഷയത്തിലേക്ക് പോകാൻ കഴിയില്ല. ആ ചോദ്യങ്ങൾ ഇതാണ്. 7 ചോദ്യമുള്ളതിൽ ഒരെണ്ണം ഞാൻ ഓൾറെഡി ആവർത്തിച്ചു, 2 എണ്ണം കൂടി ഞാൻ ആവർത്തിക്കുകയാണ്. ബാക്കിയുള്ളത് നിങ്ങൾ അതിനുശേഷം സമയം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി എന്നാണ് ഞാൻ ഒരു കൺസെഷൻ തരികയാണ്. ഇന്ന് ഹാനിമാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഹോമിയോപ്പതി കണ്ടുപിടിക്കാനുള്ള ഒരു കാരണം നിങ്ങൾ പറയുക, ഒന്നാമത്തത്. 2, ഹോമിയോപ്പതി ഫലിക്കുന്നു എന്നതിന് ഒരു ഉദാഹരണം, ഒരു പബ്ലിഷ്ഡ് എവിഡൻസ് ഒരെണ്ണം നിങ്ങൾ മുന്നോട്ട് വെക്കുക. അതേപോലെ മൂന്നാമത്തെ ഒരു ബോണസ് ചോദ്യം, അതായത് ഈ മരുന്നുകൾ 30C, 1M, 50M എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കൊടുക്കുന്ന മെഡിസിൻസിനകത്ത് അതിൻ്റെ മോളിക്യൂൾസ് ഉണ്ടോ ഇല്ലേ? മോളിക്യൂൾസ് ഉണ്ടെങ്കിൽ അതിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ എന്താണ്? മോളിക്യൂൾസ് ഇല്ലെങ്കിൽ അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ഇത് രണ്ടും ഒന്ന് പറഞ്ഞു തരണം എന്നുള്ളതാണ് എനിക്ക് ഒന്നും കൂടി ഓർമ്മിപ്പിക്കാനുള്ളത്. 1 മിനിറ്റ് സമയം. ഓക്കെ. അതോടൊപ്പം ഞാൻ വീണ്ടും പറയാണ്, ഈ വൈറ്റലിസത്തിൽ ഊന്നിക്കൊണ്ട് ഇദ്ദേഹം സംസാരിച്ചത് നന്നായി തന്നെയാണ് പറയുക. കാരണം അത് തന്നെയാണ് ഞാനും ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഹോമിയോപ്പതി ഒരു ഷാർലറ്റാനിസം ആണ് എന്ന് ആർക്കെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആകെ എടുക്കേണ്ട സാധനം ഈ വൈറ്റലിസത്തെ തന്നെയാണ്. കാരണം ഇത് തന്നെയാണ് ഹോമിയോപ്പതിയെ ഏറ്റവും അബ്സേർഡ് ആയിട്ടുള്ള ഒരു സാധനമാക്കി മാറ്റുന്നത്. ദ മോസ്റ്റ് ഫൂളിഷ് ഒരു ട്രീറ്റ്മെന്റ് ചോയ്സ് എന്ന് പറയാതെ നിവൃത്തിയില്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. കാരണം എന്താണ്, ഇവിടെ വിശ്വവിഖ്യാതനായ മറ്റൊരു വ്യക്തി പറഞ്ഞിട്ടുണ്ട്, മെഡിക്കൽ സയൻസിൽ വിദൂഷകനാണ് ഹോമിയോപ്പതി എന്നാണ് പറഞ്ഞു വെച്ചിട്ടുണ്ട്. സുകുമാർ അഴീക്കോടൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതേ കൂടാതെ മറ്റു പല ആളുകളും പറഞ്ഞിട്ടുള്ളൊരു അഭിപ്രായമാണ്. അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. കാരണം മെഡിക്കൽ സയൻസ് ആണ് എന്ന് തോന്നിപ്പിച്ചുകൊണ്ട് ആളുകളെ പറ്റിക്കുന്ന ഒരു ഏർപ്പാട്, അതിനു വേണ്ടിയിട്ട് ഇതേപോലെയുള്ള ചില കപടമായ ചില മൺമറഞ്ഞു പോയ ചില സിദ്ധാന്തങ്ങളെ കൂട്ടുപിടിക്കുക. അതിൽ ഏറ്റവും പ്രധാനമാണ് ഈ വൈറ്റലിസം. അപ്പം ഞാൻ മുന്നേ വെച്ച ആ ചോദ്യങ്ങൾക്ക് ഉത്തരം പ്രതീക്ഷയോട് നിർത്തുന്നു. താങ്ക് യു ആരിഫ്. അടുത്ത 5 മിനിറ്റുള്ള റൗണ്ടിലേക്ക് ഡോക്ടർ സബിൽ രാജിനെ ക്ഷണിച്ചുകൊള്ളുകയാണ്. ഹലോ, സമയക്കുറവുള്ളവനാണ്. നമുക്ക് ഹാനിമാൻ പറഞ്ഞ എല്ലാ തിയറികളെയും നമ്മൾ ഇന്നും പൂർണ്ണമായും വിശ്വസിക്കുന്നുണ്ട്. എവിഡൻസ് പറയുന്നു, എസൻസ് പറയുന്നു, നിങ്ങൾക്ക് അസുഖം വരികയാണെങ്കിൽ നിങ്ങൾ അവിടെയും ഇവിടെയും പോകാതെ എവിഡൻസ് ബേസ്ഡ് മെഡിസിനിൽ സ്വീകരിക്കണമെന്ന്. ഹോമിയോപ്പതിയിൽ വരുന്ന 50% അസുഖങ്ങളും പല എക്സ്പെർട്ടുകളുടെ അടുത്ത് പോയി ചികിത്സിച്ചിട്ടും മാറാതെ വരുന്ന അസുഖങ്ങളാണ്. ഹോമിയോ മരുന്ന് കഴിച്ച് ഈ അസുഖം മാറിയാൽ പറയും ഈ അസുഖം മാറാനിരുന്ന ഒരു അസുഖമാണ്, അല്ലെങ്കിൽ അതൊരു പ്ലാസിബോ ക്യൂർ ആണെന്ന്. മെറ്റീരിയൽ കോസിൽ വിശ്വസിക്കുന്ന ഈ വൈദ്യശാസ്ത്ര ശാഖകൾ മെഡിക്കൽ സയൻസ് വളരാതിരുന്ന സമയത്ത് ഇൽ ഹ്യൂമറുകളെയാണ് അവരുടെ എവിഡൻസ് കോസായിട്ട് കണ്ടുകൊണ്ടിരുന്നത്. വളർന്നപ്പോൾ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ പത്തോളജിനെയാണ് അവരുടെ എവിഡൻസ് കോസായിട്ട് കണ്ടുകൊണ്ടിരുന്നത്. വൈറ്റൽ ഫോഴ്സിനെയും ഡൈനാമിക് കോസിനെയും അവർ തള്ളിക്കളഞ്ഞു. മോളിക്യൂളിൻ്റെ കാരണം തപ്പി അവസാനം അവർ ജെനറ്റിക്സിൽ വരെ എത്തി. എന്നിട്ടും ഇന്ന് മോസ്റ്റ് മോഡേൺ ബുക്കുകളിലും പറയുന്നത് എക്സാക്ട് കോസ് ഈസ് അൺനോൺ എന്ന് തന്നെയാണ് പറയുന്നത്.
ജനറ്റിക്സിനപ്പുറം ഒരു രോഗകാരണം കണ്ടെത്താൻ ഒരു മോളിക്കൂൾ ഇല്ലാത്ത ഗതികേടിലെത്തിയിട്ട് ഒരു അവസ്ഥയിലാണ് അവർ നിൽക്കുന്നത്. ഹരിശ്രീ അശോകൻ ചേട്ടൻ പണ്ട് പറഞ്ഞതുപോലെ ഈ നാടും കൂടെ വിട്ടുപോയാൽ പിന്നെ എനിക്ക് നാട് വിട്ടുപോകാൻ ഒരു നാടില്ലല്ലോ എന്ന് പറയുന്ന കണക്ക് ഈ മോളിക്കൂളും കൂടെ കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കാരണം പറയാൻ ഒരു മോളിക്കൂൾ ഇല്ലല്ലോ എന്നുള്ള ഗതികേടിലാണ് എവിഡൻസുകാരുടെ ഒരു വിലാപമാണത്. അൺനോൺ എറ്റിയോളജി എന്ന ഗതികേടിൽ നിന്നിട്ടും രോഗങ്ങളുടെ ഡൈനാമിക്സ് കോസിന് നേരെ കണ്ണു തുറക്കാൻ അവർ തയ്യാറല്ല. സിവിയർ സൈഡ് എഫക്റ്റും മൈക്രോബിയൽ റെസിസ്റ്റൻസും ഡിസീസ് റീഅപ്പിയറൻസും വന്നിട്ടും ഡൈനാമിക് മെഡിസിനെ കുറിച്ച് ചിന്തിക്കാൻ അവർ തയ്യാറല്ല. ഇന്ന് സയൻസ് വളർന്നു വന്ന് ഈ സൈഡ് എഫക്റ്റിനെ എൻ്റെ മുന്നിൽ ബാക്ടീരിയയുടെ മുന്നിൽ സാഷ്ടാംഗം വീണിട്ട് പറയുകയാണ്, പുരുഷൻ എന്നെ അനുഗ്രഹിക്കണം, അടുത്ത മെഡിസിനിൽ ഞാൻ നന്നായിക്കോളാം എന്നാണ് പറയുന്നത്. 250 വർഷമായിട്ട് ഹോമിയോപ്പതിക്ക് ഈ ഗതികേട് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം. മെറ്റീരിയൽ എവിഡൻസ് ആണോ ഡൈനാമിക് എവിഡൻസ് ആണോ റിയൽ എവിഡൻസ് എന്ന് എസൻസ് തിരിച്ചറിയണം. എസൻസിൻ്റെ ലോജിക് മൈൻഡ് തിരിച്ചറിയണം. ഹോമിയോപ്പതി മരുന്നിൻ്റെ ശാസ്ത്രത്തെക്കുറിച്ച് ഹോമിയോ പഠിക്കാത്ത ശാസ്ത്രജ്ഞന്മാർ നടത്തിയ പരീക്ഷണങ്ങളൊക്കെ നെഗറ്റീവാണ്. പക്ഷെ നമ്മുടെ നാട്ടിൻ പുറത്തുള്ള ക്ലിനിക്കിലിരിക്കുന്ന ഡോക്ടർമാർക്ക് അത് വെച്ച് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ എവിടെയാണ് കുഴപ്പം? ഞങ്ങൾക്ക് ആംബുലൻസും വേണ്ട, ഓപ്പറേഷനും വേണ്ട, പക്ഷേ റിസൾട്ട് കിട്ടുന്നുണ്ട്. എന്ത് വിരോധാഭാസമാണ്? മെറ്റീരിയൽ മെഡിസിൻകാരുടെ വൈദ്യശാസ്ത്ര നേട്ടങ്ങൾ വളർന്ന് ഇപ്പോൾ എവിടെ നിൽക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ക്യൂർ എന്ന് പറയുന്നത് ഒരു കിട്ടാക്കനിയാണ്. രോഗങ്ങളുടെ റീഅപ്പിയറൻസ് എന്ന് പറയുന്ന ഒരു സ്ഥിരം പല്ലവിയാണ്. ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കണമെന്ന് പറയുന്നത് ഒരു വേദവാക്യമാണ്. മൈക്രോബിയൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു ശാസ്ത്ര നേട്ടമാണ്. പ്രോബയോട്ടിക്സ് എന്ന് പറയുന്നത് പുതിയൊരു ഭക്ഷണക്രമവുമാണ്. മെറ്റീരിയലിസം ഡൈനാമിസത്തിന് വഴിമാറിയത് കൊണ്ടാണെന്ന് ശാസ്ത്രം വളർന്നത്. പക്ഷേ മെഡിക്കൽ സയൻസിൽ മാത്രം മെറ്റീരിയലിസം ഡൈനാമിസത്തിന് വഴിമാറിയിട്ടില്ല. അതിനാൽ തന്നെ ക്യൂറിൻ്റെ കാര്യത്തിൽ അവർ വഴിമുട്ടിയ അവസ്ഥയിലാണ്. അടുത്തതായി വൈദ്യശാസ്ത്രത്തിലെ ഒരു ബിഗിനർ ഡോക്ടറുടെ ആദ്യകാല ഗുട്ടൻസുകളെ കുറിച്ച് ഞാനൊന്ന് പറയാം. ഇവിടെ ജഗതി ചേട്ടൻ പറഞ്ഞ പോലെ അത് എന്നെ തന്നെയാണ് ഉദ്ദേശിച്ചതെന്ന് ആരും വിചാരിക്കരുത്. 4.5 വർഷത്തെ വൈദ്യശാസ്ത്ര പഠനവും 1 വർഷത്തെ ഇന്റേൺഷിപ്പും കഴിഞ്ഞ ഒരു ജൂനിയർ ഡോക്ടർക്ക് അത്യാവശ്യം ഒരു തിയററ്റിക്കൽ നോളജ് മാത്രമേ കാണൂ. എക്സ്പീരിയൻസ് തീരെ കുറവായിരിക്കും. പഠിച്ചത് കൃത്യമായി അപ്ലൈ ചെയ്യാനുള്ള ഒരു ആർജവം അയാൾക്ക് കാണുകയില്ല. 5 മുതൽ 10 വർഷം കൊണ്ടൊക്കെ അദ്ദേഹം ഒരു ചെറിയ എക്സ്പെർട്ടെങ്കിലും ആകുകയുള്ളൂ. ഒരു സർക്കസുകാരൻ കയറിലൂടെ നടക്കുമ്പോൾ വീഴാതിരിക്കാൻ വേണ്ടി ഒരു വടി ഉപയോഗിക്കും. അതൊരു പ്രായോഗികതയാണ്, ബാലൻസ് കിട്ടാനും വീഴാതിരിക്കാനും. ഈ വടി ഉപയോഗിച്ചുകൊണ്ട് സർക്കസ് മോശമാണെന്ന് പറയാൻ പറ്റില്ല. ഒരു ബിഗിനർ ഡോക്ടർക്കും എക്സ്പെർട്ട് ഡോക്ടറും ഒരേ രോഗികളെ തന്നെയാണ് ചികിത്സിക്കുന്നത്. അതുകൊണ്ട് തന്നെ എക്സ്പെർട്ട്നെസ് ഇല്ലാത്തത് കൊണ്ട് ഈ ബിഗിനർക്ക് ചിലപ്പോൾ ചില വടികൾ ഉപയോഗിക്കേണ്ടി വരും. അത് ദോഷകരമല്ലാത്ത ചില പ്രായോഗിക ടിപ്പുകൾ മാത്രമാണ്. ഈ എക്സ്പെർട്ട് ആകുമ്പോൾ അയാൾക്ക് ആ വടി മാറ്റണം. എല്ലാ സിസ്റ്റത്തിലും ഇങ്ങനെ തന്നെയാണ്. എലി ഉണ്ടെന്നും പറഞ്ഞ് ആരും ഇല്ലം ചുടാറില്ല. അടുത്തായി ഹോമിയോ മരുന്നുകളുടെ ഡ്രഗ് സോഴ്സിനെ കുറിച്ചാണ് പറയുന്നത്. പാറ്റയിൽ നിന്ന് വരെ മരുന്ന്, അത്രയ്ക്ക് വൃത്തികെട്ട മരുന്നെന്നാണ് കവി ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഫാർമക്കോളജി പഠിച്ച ആർക്കും അങ്ങനെ ഒരു സോഴ്സിനെ കുറിച്ച് ഒരു അത്ഭുതവും തോന്നാറില്ല. പ്ലാന്റ്സ്, ആനിമൽസ്, കെമിക്കൽസ്, എക്സ്റേ, മാഗ്നറ്റിക് പോൾസ്, ഇലക്ട്രിസിറ്റി, മൂൺലൈറ്റ് തുടങ്ങിയ വസ്തുക്കളിൽ നിന്ന്, ഇമ്മെറ്റീരിയൽ വസ്തുക്കളിൽ നിന്ന് വരെ ഹോമിയോപ്പതി മരുന്നുണ്ടാക്കുന്നു. ഇതിനെ ഞങ്ങൾ ഇമ്പോൺട്രബിലിയ എന്നാണ് വിളിക്കുന്നത്. ഡോക്ടർ ഓഫ് സിഗ്നേച്ചർ എന്ന തത്വം വെച്ച് നമ്മൾ മരുന്നുണ്ടാക്കുന്നുണ്ട്. ഇപ്പൊ പറഞ്ഞ ബെർലിൻ വാളിൽ നിന്ന് നമ്മൾ മരുന്നുണ്ടാക്കുന്നുണ്ട്. ഐറിസ് വെസിക്കോള എന്ന ചെടിയുടെ കണ്ണ് പോലെയാണ് ആ പൂ ഇരിക്കുന്നത്. അതുകൊണ്ട് കണ്ണിലുള്ള മരുന്നായിട്ട് കൊടുക്കാറുണ്ട്. അടുത്ത ഒരു ചോദ്യം വരുന്നത് സിങ്കോണ പാർക്ക് എക്സ്പീരിയൻറ്റ് ഹാനിമാൻ്റെ ഡ്രഗ് അലർജി ആയിരുന്നു എന്നുള്ളതാണ്. 99 മരുന്ന് ഹാനിമ പ്രൂവ് ചെയ്തിട്ടുണ്ട്. അത്രയ്ക്ക് അലർജി ഉള്ള ഒരാളാണ്. ഇന്ന് 12,000-ഓളം മരുന്നുകളുണ്ട്. അവർക്കെല്ലാം അലർജി ആണോ എന്നാണ് നമുക്ക് ചോദിക്കേണ്ടത്. എസൻസിന്റെ മറ്റൊരു ചോദ്യം, ഫിസിക്സ് ഒന്നേ ഉള്ളൂ, കെമിസ്ട്രി ഒന്നേ ഉള്ളൂ, അതുകൊണ്ട് മെഡിക്കൽ സയൻസും ഒന്ന് പോരെ? മെഡിക്കൽ സയൻസ് ഒന്നേ ഉള്ളൂ, ഒരു അനാട്ടമിയേ ഉള്ളൂ, ഒരു ഫിസിയോളജിയേ ഉള്ളൂ, ഒരു പത്തോളജിയേ ഉള്ളൂ. പക്ഷെ രോഗകാരണം അൺനോൺ ആയതുകൊണ്ട് അതിനെ കാണുന്ന കാഴ്ചപ്പാടിലുള്ള വ്യത്യാസം കൊണ്ടാണ് വ്യത്യസ്ത ചികിത്സകൾ വന്നത്. മോഡേൺ മെഡിക്കൽ സയൻസ് എല്ലാവരും ഒന്ന് തന്നെയാണ് പഠിക്കുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു ഡോക്ടർ സബിൽ രാജ്. അടുത്ത 5 മിനിറ്റ് നീണ്ട വാദപ്രതിവാദ സെഷനിലേക്ക് ആരിഫ് ഹുസൈൻ തെരുവത്തിനെ ക്ഷണിക്കുകയാണ്. നമ്മുടെ നാട്ടിലെ മോഹനം വൈദ്യന്മാരും അതുപോലെ വടക്കഞ്ചേരി ഒക്കെ അനാറ്റമിയും ബയോകെമിസ്ട്രിയും ഫിസിയോളജി ഒക്കെ പറയാറുണ്ട്. അതുകൊണ്ട് അതൊന്നും ശാസ്ത്രമാവില്ല. ഓക്കെ, അതേപോലെ തന്നെ മന്ത്രി ചൂതുന്ന കുറേ ഉസ്താദുമാരുണ്ട്, അതേപോലെ ഉറുക്ക് കൂട്ടുന്ന ചില സ്വാമിമാരുണ്ട്. ഇവരും ചില മെഡിക്കൽ സയൻസിലെ ടേംസ് ഒക്കെ പറയും. അതുകൊണ്ടും അത് ശാസ്ത്രമാവില്ല. ശാസ്ത്രമാവണമെന്നുണ്ടെങ്കിൽ സയന്റിഫിക് മെത്തേഡ് ഫോളോ ചെയ്യണം. ഇവിടെ ഇദ്ദേഹം നമ്മൾ മുന്നോട്ട് വെച്ച 7 ചോദ്യങ്ങൾ, ഇപ്പോൾ അദ്ദേഹം ഒരു ചോദ്യം കൂടി എക്സ്ട്രാ കൂടി ചോദിക്കാനുള്ള ഒരു അവസരം കൂടി എനിക്ക് ഇട്ട് തന്നിരിക്കുകയാണ്. ആ 7 ചോദ്യങ്ങളിൽ ആദ്യം ചോദിച്ചതിൽ ഒരെണ്ണത്തിന് അദ്ദേഹം ഉത്തരം പറഞ്ഞു. ആ ഉത്തരം എന്ന് പറയുന്നത് അദ്ദേഹം ഹോമിയോപ്പതിയിൽ പറഞ്ഞ സംഗതികളോട് 100% എഗ്രി ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ തുടക്കത്തിൽ ചോദിച്ചതിൻ്റെ ബാക്കി ആ 100% അംഗീകരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അടുത്തത് ചെയ്യേണ്ടത് എന്ത് എന്നും കൂടി ഞാൻ പറഞ്ഞിരുന്നു. അതായത് മൊബൈൽ ഫോൺ 30, ഇദ്ദേഹം ബെർലിൻ വാളിനെ കുറിച്ചേ പറഞ്ഞുള്ളൂ. മൊബൈൽ ഫോൺ 30, അതായത് നമ്മളെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോൺ അതുപോലെ ഹോമിയോ മരുന്നാണ്. അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നിങ്ങൾ പറയാം. അത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? ഹെയർ ട്രാൻസ്മിഷൻ ഞാൻ പറഞ്ഞു, തലമുടി പറിക്കുന്നു, കുപ്പിയിലിടുന്നു, ആ മരുന്ന് വേറൊരാളിലേക്ക് എത്തുന്നു. ആ സംഗതിയെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ?
ഇനി അംഗീകരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഹോമിയോപ്പതിയുടെ ഏത് മാനദണ്ഡം വെച്ചുകൊണ്ടാണ് നിങ്ങൾ അതിനെ അംഗീകരിക്കാത്തത് എന്നാണ് എനിക്ക് പറഞ്ഞു തരേണ്ടത്. ഇനി ഇതിൽ ഇദ്ദേഹം പറഞ്ഞ മറ്റൊരു ചോദ്യം അല്ലെങ്കിൽ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഈ വൈറ്റലിസം മെഡിക്കൽ സയൻസിൽ നിന്ന് ഇപ്പോഴും പോയിട്ടില്ല, ബാക്കിയൊക്കെ മെറ്റീരിയലിസ്റ്റിക് ആയി ഇപ്പോഴും ഇത് ഹോമിയോപ്പതിയിൽ തങ്ങി നിൽക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. ഞാൻ വീണ്ടും ചോദിക്കുകയാണ്, അതാണ് എൻ്റെ 8ാമത്തെ ചോദ്യം. ഈ വൈറ്റലിസം പ്രിൻസിപ്പിൾ ഉപയോഗിച്ചുകൊണ്ട് ഇന്ന് ശാസ്ത്രം റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു മേഖലയിൽ ഒരു ഉദാഹരണം നിങ്ങൾ മുന്നോട്ട് വെക്കുക. വെറുതെ അങ്ങനെ ബ്ലാങ്കറ്റ് സ്റ്റേറ്റ്മെന്റ് വെച്ച് പോയാൽ ശരിയാകില്ല. ഒരു ഉദാഹരണം പറയാം, ഇന്നത് ഈ നാസ ഇതുപോലെ മുകളിലേക്ക് റോക്കറ്റ് വിടുന്നത് വൈറ്റലിസം പ്രിൻസിപ്പിളിന്റെ ബേസിസിലാണ് എന്ന് പറയാൻ പറ്റുന്നത് പോലെ, അല്ലെങ്കിൽ മെഡിക്കൽ സയൻസിൽ ഇന്ന ഒരു സംഗതി നടക്കുന്നത് വൈറ്റലിസം കൊണ്ടാണ് എന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിന് ഒരു ഉദാഹരണം, ഒരെണ്ണേ ഞാൻ ചോദിക്കുന്നുള്ളൂ, കൂടുതലൊന്നും വേണമെന്ന് ഞാൻ നിർബന്ധിക്കുന്നില്ല. ഇനി ഇതേപോലെ ഇദ്ദേഹം പറഞ്ഞു വന്ന് ലാസ്റ്റ് നമ്മളുടെ സ്ഥിരം വിശ്വാസികളുടേതായിട്ടുള്ള ആ ഒരു നിലവാരത്തിലേക്കാണ് പോയത്. പേഴ്സണൽ അക്യൂസേഷൻസ്, അതേപോലെ തന്നെ അഡ് ഹോമിനം, ഇതിലേക്കാണ് വന്നത്. ഞാൻ 10 വർഷം പഠിച്ചു, അതുകൊണ്ടൊന്നും ആവില്ല എന്നാ പറഞ്ഞത്. ശരി, അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഈ ഹാനിമാൻ എത്ര നാൾ പഠിച്ചിട്ടാണ് ഹോമിയോപ്പതിയിലേക്ക് വന്നത്? നിങ്ങൾ പറയുന്നുണ്ടല്ലോ അദ്ദേഹം ഒരു വലിയ ഒരു അലോപ്പതി ഡോക്ടറായിരുന്നു എന്നാണല്ലോ പറയുന്നത്. അപ്പൊ അലോപ്പതിയിൽ നിന്നുകൊണ്ട് എത്ര വർഷം ഹോമിയോപ്പതി കണ്ടുപിടിക്കാൻ ആളെടുത്തു? അപ്പൊ നിങ്ങൾ ആ പറയുന്ന എനിക്ക് നേരെ വെച്ച അതേ ലോജിക് ഹാനിമാന് വെക്കുകയാണെന്നുണ്ടെങ്കിൽ, ഹാനിമാനെയും അതേ കണ്ണുകൊണ്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹാനിമാനെ നിങ്ങൾ തള്ളേണ്ടതല്ലേ? കാരണം പുള്ളി മര്യാദയ്ക്ക് അലോപ്പതി പ്രാക്ടീസ് ചെയ്തിട്ടില്ല, പുള്ളി മര്യാദയ്ക്ക് അലോപ്പതി എന്തെന്ന് പഠിച്ചിട്ടില്ല, മനസ്സിലാക്കിയിട്ടില്ല, അതുകൊണ്ടല്ലേ ഹോമിയോപ്പതിയിലേക്ക് എത്തിയത് എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാലോ. പക്ഷെ ഞാൻ അത്രയ്ക്ക് തരം താഴുന്നില്ല. കാരണം ഒരു കണ്ടെത്തൽ ആരെങ്കിലും നടത്തിയാൽ, ഒരു സ്വതന്ത്ര ചിന്ത ആരെങ്കിലും നടത്തി ഒരു പുതിയൊരു വഴിയിലേക്ക് പോയാൽ അത് നമ്മൾ അംഗീകരിക്കണം എന്നാണ് നമ്മൾ പറയുക. അത് ആരായാലും അംഗീകരിക്കണം എന്നാ പറയാം, ഹാനിമാൻ ആയാലും നമ്മൾ അംഗീകരിക്കുന്ന പറയാം. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, ഹാനിമാൻ നിർഭാഗ്യവശാൽ 200 വർഷം മുന്നേ മരിച്ചുപോയി. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഇന്ന് ഹാനിമാൻ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഹോമിയോപ്പതി കണ്ടുപിടിക്കാനുള്ള ഒരു കാരണം നിങ്ങൾ പറയൂ. ഞാൻ ഇപ്പോഴും അത് ആവർത്തിക്കണം, 3ാമത്തെ തവണയാണ് ഞാൻ ആവർത്തിക്കുന്നത്, ഇതുവരെ അതിനൊരു ഉത്തരം വന്നിട്ടില്ല. അതിനൊരു ഉദാഹരണം പറയാം. പിന്നെ ഞാൻ ചോദിച്ചത് എന്താണ്, ഈ സിങ്കോണ പാർക്ക് എക്സ്പെരിമെന്റ് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടോന്നേ ഞാൻ ചോദിച്ചിട്ടുള്ളൂ, അല്ലാതെ അത് അലർജി ആണെന്നോ അതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. സിങ്കോണ പാർക്ക് എക്സ്പെരിമെന്റ് 90 എണ്ണം നടത്തി എന്ന് പറഞ്ഞല്ലോ, 90 എണ്ണവും അതിൽ ഏതെങ്കിലും പോട്ടെ, ആദ്യത്തെ എടുക്കൂ. ഇതാണല്ലോ ഇതിന്റെ ഫൗണ്ടിങ് എക്സ്പെരിമെന്റ്. ആ ഫൗണ്ടിങ് എക്സ്പെരിമെന്റ് ഒരു തവണയെങ്കിലും റിപ്പീറ്റ് ചെയ്തതിന്റെ ഒരു തെളിവ് അത് നിങ്ങൾ കൊണ്ടുവരൂ, അപ്പോഴല്ലേ നമുക്കത് എടുക്കാൻ പറ്റുള്ളൂ. ഇനി അത് മാത്രമല്ല, ഇദ്ദേഹം പറഞ്ഞു ഈ മെഡിക്കൽ സയൻസ് വളർന്നു എന്ന്. ആ വളർന്നത് കൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത് ഹോമിയോപ്പതി ഒരു കപടമായ ശാസ്ത്രമാണ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ്? കാരണം ഹാനിമാൻ ഒരു വ്യക്തിക്കുണ്ടായ അനുഭവത്തിൽ നിന്നും ഇത്ര വലിയൊരു സാധനത്തിലേക്ക് എത്തുന്നു എന്ന് പറയുമ്പോൾ അവിടെ ഓപ്പറേറ്റ് ചെയ്യുന്ന സാധനം എന്താണ്? സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസിഗ്നിഫിക്കൻസ് എന്ന് പറയുന്ന സംഗതിയാണ്. അതായത് ആ കണ്ടെത്തലും അതിലൂടെ വന്നിട്ടുള്ള ഔട്ട്കമും അത് സ്റ്റാറ്റിസ്റ്റിക്കലി ഇൻസിഗ്നിഫിക്കൻ്റ് ആണ്, അത് ഒരു തെറ്റായ നിഗമനമാണ് എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതാണ് ആധുനിക ശാസ്ത്രം നമുക്ക് പറഞ്ഞു തരുന്നത്. അതേപോലെ അതിന് ശേഷം നടത്തി എന്ന് പറയുന്നത് പ്രൂവിങ്സ് നിങ്ങൾ എടുക്കൂ. അതിൽ എത്ര പേര് അനുഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട്? 100-300 സിംറ്റംസ് ഒക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ 1000 സിംറ്റംസ് ഉണ്ടാവും. പക്ഷേ ഒരാളിൽ കണ്ട സിംറ്റം ഒക്കെയാണ് ഇവിടെ എടുത്തുകൊണ്ട് പറയുന്നത്. ഇന്ന് ശാസ്ത്രത്തിൽ അങ്ങനെയാണോ ഒരു കാര്യം നമ്മൾ എടുക്കുന്നത്? അല്ല, അവിടെ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കും, അതിലെ സിംറ്റംസ് എത്ര പേർക്ക് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടെന്ന് നോക്കും, അത് റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കും. അങ്ങനെയെങ്കിൽ മാത്രമേ നമ്മൾ അത് എടുക്കുള്ളൂ. പക്ഷേ ഹാനിമാൻ കണ്ടെത്തി എന്ന് പറയുന്ന സാധനത്തിൽ അത് ഒരാൾക്ക് മാത്രം സംഭവിച്ച കാര്യം, അത് ഇതേപോലെ സ്റ്റാറ്റിസ്റ്റിക്കലി ഇൻസിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള സംഗതികൾ ഇത് വെച്ചുകൊണ്ടാണ് ഇപ്പോഴും പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇനിയെങ്കിലും അഡ് ഹോമിനം വ്യക്തി അധിക്ഷേപങ്ങളൊക്കെ നിർത്തിയിട്ട് ഈ പറയുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഉത്തരം പറയുക. 7 ചോദ്യം 8 ചോദ്യമാക്കി തന്നിട്ടുണ്ട്, ഒരെണ്ണം നിങ്ങൾ പറഞ്ഞതുകൊണ്ട് അതിന്റെ ബാക്കി ഉത്തരം പറയാം. എങ്ങനെയാണ് ഈ സാധനം വർക്ക് ചെയ്യുന്നത്? മൊബൈൽ ഫോൺ 30 ഹെയർ ട്രാൻസ്മിഷൻ, മൊബൈൽ ഫോൺ 30 വിടൂ, ഈ ഹെയർ ട്രാൻസ്മിഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ പറയാം. അതിനെ തള്ളുന്നുണ്ടെങ്കിൽ ഹോമിയോപ്പതിയുടെ ഏത് മാനദണ്ഡം കൊണ്ടാണ്? പിന്നെ ഈ പ്രധാനപ്പെട്ട ചോദ്യം, ഹാനിമാൻ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഹോമിയോപ്പതി കണ്ടുപിടിക്കാനുള്ള ഒരു കാരണമെങ്കിലും നിങ്ങൾ ഇനിയെങ്കിലും പറയണം എന്നാണ് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നത്. 3ാമത്തെ തവണയാണ് ഞാൻ ആവർത്തിക്കുന്നത്. താങ്ക് യു ആരിഫ്. അടുത്ത 3ാമത്തെ റൗണ്ട് വാദപ്രതിവാദത്തിനായി ഡോക്ടർ സബിൽ രാജനെ ക്ഷണിക്കുന്നു. ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ ഈ ചോദ്യങ്ങളുടെ ഉത്തരമുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണം. ഞാൻ ഒന്നും കൂടെ അത് വേണമെങ്കിൽ റിപ്പീറ്റ് ചെയ്യാം. സമയപരിമിതി മൂലമാണ് ഞാൻ പറയാനുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നത്. അടുത്ത ചോദ്യം, ഹോമിയോപ്പതി മരുന്നുകൾ RCT ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. RCT മെറ്റീരിയലിസ്റ്റിക് മെഡിസിൻ്റെ ഒരു കൺഫർമേറ്ററി ടെസ്റ്റാണ്. ഇൻഡിവിജ്വലൈസേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഡൈനാമിക് മെഡിസിൻ ഉള്ളതല്ല. അതിന് ഡ്രഗ് പ്രൂവിംഗ് ആണുള്ളത്. അപ്പോൾ ഒരു മരുന്നിൻ്റെ ക്യൂറേറ്റീവ് പവർ, ഇപ്പോൾ RCT ചെയ്യുമ്പോൾ ഒരു ക്യൂറേറ്റീവ് പവർ മാത്രമേ കിട്ടുള്ളൂ, പക്ഷേ ഇവിടെ ടോട്ടൽ ക്യൂറേറ്റീവ് പവർ കിട്ടും. അതിനെയാണ് ജീനിയസ് ഓഫ് റെമഡി എന്ന് വിളിക്കുന്നത്. ഒരു അസുഖത്തിന് 100 വ്യത്യസ്ത മരുന്നുകളുടെ ചോയ്സാണ് ഇവിടെ ഉള്ളത്. 10 അസുഖങ്ങൾക്ക് സിംറ്റമറ്റോളജി വെച്ച് ഒരു മെഡിസിൻ കൊടുക്കാൻ പറ്റും, 10 കോൺസ്റ്റിറ്റ്യൂഷൻ ഉള്ളവർക്ക് 10 മരുന്ന് കൊടുക്കാൻ പറ്റും. ഇങ്ങനെയുള്ളൊരു മരുന്നിനെ RCT ചെയ്യുമ്പോൾ ഒരു പ്ലാസിബോ കൺട്രോൾ അവിടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ഹോമിയോപ്പതി മെഡിസിൻ RCT ചെയ്യണമെങ്കിൽ ഹോമിയോപ്പതിക് പ്രൂവിങ്ങിൻ്റെ തത്തുല്യമായി വേറൊരു സ്ഥലത്ത് പ്ലാസിബോ കൊടുത്ത് മാത്രം ഒരു ട്രയൽ ചെയ്യുക, എങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഹോമിയോപ്പതി മെഡിസിൻ RCT ചെയ്യാൻ പറ്റുള്ളൂ.
അടുത്തതായി ഹോമിയോപ്പതിക് മെഡിസിൻ്റെ വെഹിക്കിൾ ടോക്സിസിറ്റിയെ കുറിച്ച് എസൻസ് പറയുന്നുണ്ടായി. എസൻസ് പറഞ്ഞൊരു വലിയൊരു കണ്ടുപിടുത്തം ഹോമിയോപ്പതി പിൽസിന് കൊണ്ടുള്ള ആകെ ഒരു പ്രയോജനം ഹൈപ്പോഗ്ലൈസീമിയയ്ക്ക് മാത്രമാണെന്നുള്ളതാണെന്ന്. സത്യം പറഞ്ഞാൽ ഹോമിയോപ്പതിക്ക് വേറെ ഗവേഷകരുടെ ആവശ്യമില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. ഹോമിയോപ്പതിക് വെഹിക്കിൾസിൽ, അതായത് ഈ പറയുന്ന ഷുഗർ ഓഫ് മിൽക്ക്, സൂക്രോസ്, ആൽക്കഹോൾ തുടങ്ങിയ അവയിൽ ആഴ്സനിക്കം, ലെഡ്, കാഡ്മിയം, മെർക്കുറി പോലെയുള്ള ഹെവി മെറ്റൽ ടോക്സിസിറ്റി ഉണ്ടെന്ന് പറയുമ്പോൾ ഇത്തരം കാര്യങ്ങൾ ഇല്ലാതെ വേണം വെഹിക്കിൾ ഉണ്ടാക്കാൻ എന്ന് ഹോമിയോപ്പതിക് ഫാർമക്കോപ്പിയയിൽ കൃത്യമായി പറയുന്നുണ്ട്. അത് കഴിഞ്ഞുള്ള ടെസ്റ്റും ഒക്കെ കഴിഞ്ഞാണ് ഇത് ഉറപ്പുവരുത്തിയതിന് ശേഷം, അത് ഇല്ലാന്ന് ഉറപ്പിയതിന് ശേഷമാണ് ഇത് വെളിയിലേക്ക് വരുന്നത്. അങ്ങനെ ഇമ്പ്യൂരിറ്റീസ് ഉള്ള അതിന് വെഹിക്കിൾസിനെ നമുക്ക് വിൽക്കാൻ പോലും പാടില്ല, അങ്ങനെ നിയമമുള്ളതാണ്. ഹോമിയോപ്പതിക്ക് വെഹിക്കിൾസിൽ ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാകരുത് എന്നുള്ള എസൻസിൻ്റെ ഒരു നല്ല മൈൻഡിന് ഞങ്ങൾ 100 അഭിവാദ്യങ്ങൾ പറയുകയാണ്. ഈ നല്ല മനസ്സ് ഓർഗനോൺ ഓഫ് മെഡിസിൻ പഠിക്കാൻ കൂടി കാണിക്കണമെന്നൊരു അഭ്യർത്ഥന കൂടിയുണ്ട്. ചില മരുന്നുകൾ കെമിക്കലുകളാണെന്ന് പറയുമ്പോൾ ലോകത്തുള്ള എല്ലാ വസ്തുക്കളും കെമിക്കൽ അല്ലേ എന്ന് എസൻസ് ചോദിക്കാറുണ്ട്. H2O കെമിക്കലാണ്, H2SO4 കെമിക്കലാണ്. H2O കുടിക്കാം, പക്ഷേ H2SO4 കുടിക്കാൻ പറ്റില്ല. അതായത് ബയോളജിക്കൽ സിസ്റ്റത്തിന് ഹാനികരമായ കെമിക്കലുകളെയാണ് ഇവിടെ ടോക്സിക് കെമിക്കൽസ് എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്നത്. എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. അതുമാത്രമല്ല, ബയോളജിക്കലി ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒത്തിരി കെമിക്കൽസ് ഉണ്ട്. നമ്മുടെ ജീവൽ പ്രവർത്തനം നടത്തുന്ന എല്ലാ പ്രോട്ടീൻസും അടിസ്ഥാനപരമായ കെമിക്കൽസ് തന്നെയാണ്. ഓക്കെ, പിന്നീട് ഒരു ചെടിയുടെ എക്സ്ട്രാക്റ്റിൽ നിന്നും അതിൻ്റെ ആക്റ്റീവ് പ്രിൻസിപ്പിളിനെ മാത്രം അടർത്തിയെടുത്ത് ചികിത്സിക്കുന്നതും ആ ചെടി സമൂലം കൊടുക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കാം. ഉദാഹരണത്തിന് റവോൾഫിയ സർപ്പൻറ്റിനയിൽ നിന്നും റിസർപ്പിൻ മാത്രം എക്സ്ട്രാക്ട് ചെയ്ത് മാറ്റിയെടുത്ത് കൊടുക്കുന്നതും റവോൾഫിയ കൊടുക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം. അതായത് ഹരിമുരളീരവോ എന്ന് പറഞ്ഞൊരു പാട്ട് ദാസേട്ടൻ ഒറ്റയ്ക്ക് പാടുന്നതും ഓർക്കസ്ട്രയുടെ കൂടെ പാടുന്നതും തമ്മിലുള്ള വ്യത്യാസമാണ്. ഭയങ്കര വ്യത്യാസം തന്നെയാണുള്ളത്. ഓർക്കസ്ട്രയുടെ ഋതം ഇല്ലെങ്കിൽ ഒരിക്കലും ആ ദാസേട്ടന് ചിലപ്പോൾ ആ പാട്ട് നല്ലോണം പാടാൻ പോലും പറ്റിയില്ലെന്നിരിക്കും. അതാണ് അതിൻ്റെ കാര്യം. ഇനി വിക്കിപീഡിയ പറയുന്നത് ഹോമിയോപ്പതി സ്യൂഡോ സയൻസ് ആണെന്ന് പറഞ്ഞ് സിൽവർ ലോക്ക് ഇട്ട കാര്യം പറയുന്നുണ്ട്. വിക്കിപീഡിയയിൽ എത്ര പേര് ഹോമിയോപ്പതി പഠിച്ചിട്ടുണ്ടെന്ന് ആദ്യം പറഞ്ഞിട്ട് നമുക്ക് ആ ചരിത്രയിലേക്ക് പോവാം. ഹോമിയോപ്പതി ചില രാജ്യങ്ങളിൽ നിരോധിച്ചു എന്ന് പറയുന്നു. ചില രാജ്യങ്ങളുടെ ഇൻഷുറൻസ് സ്കീമുകളിൽ ഹോമിയോപ്പതി ഇല്ല. കാരണം ഹോമിയോപ്പതി മെഡിസിൻ വളരെ ചിലവ് കുറഞ്ഞാണ്, ഇൻഷുറൻസുകാർക്ക് വലിയ ലാഭമൊന്നും കിട്ടത്തില്ല. അതുകൊണ്ട് അവർ ഹോമിയോപ്പതി ഉൾപ്പെടുത്തുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് മാത്രമല്ല, ഇതിൻ്റെ ശാസ്ത്രീയത പൂർണ്ണമായും മനസ്സിലാക്കാത്ത ചില വികസിത രാജ്യങ്ങൾ ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. അപ്പോൾ അവർക്ക് ചിലപ്പോൾ ശാസ്ത്രീയത തിരിച്ചറിയുമ്പോഴോ അല്ലെ വേറെ മരുന്നൊന്നും കൊടുത്തിട്ട് മാറാതെ വരുമ്പോഴോ ചിലപ്പോൾ അവർ ഹോമിയോപ്പതി ഏറ്റെടുത്തോളും. അത് കുഴപ്പമില്ല. പക്ഷേ ഹോമിയോപ്പതി ഔദ്യോഗികമായി എങ്ങും തന്നെ നിരോധിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യത. പിന്നെ സർജിക്കൽ ഡിസീസിനെ ഹോമിയോപ്പതി എങ്ങനെ നോക്കിക്കാണുന്നു? അടിസ്ഥാനപരമായി വൈറ്റൽ ഫോഴ്സിനാണ് അസുഖം ഉണ്ടാകുന്നത്. വൈറ്റൽ ഫോഴ്സിന്റെ എഫക്റ്റ് ആണ് പ്രൈമറി കോസ്. സെക്കൻഡറി ആയിട്ടുള്ളതാണ് ഈ പറയുന്ന സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ പത്തോളജി എന്ന് പറയുന്നത്. അപ്പോൾ യഥാർത്ഥ കോസിനാണ് ട്രീറ്റ് ചെയ്യുന്നത്. അല്ലാതെ അതിൻ്റെ റിസൾട്ടായിട്ടുള്ള സർജിക്കൽ ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കോസ് അവിടെ കിടക്കുന്നുണ്ട്, പിന്നെയും ഡിസീസ് റീഅപ്പിയർ ചെയ്യും. ഇവിടെ തന്നെ എത്ര പേർക്ക് ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ഒരു കാര്യത്തിന് ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ടെന്ന് ആലോചിച്ച് നോക്കുക. അത് തന്നെയാണ് ഡിസീസ് റീഅപ്പിയർ ചെയ്യുന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവെന്ന് പറയുന്നത്. ഹോമിയോപ്പതി സർജറിയെ റെക്കമെൻഡ് ചെയ്യുന്ന ചില സമയങ്ങളുണ്ട്. അതായത് ഒബ്സ്റ്റക്കിൾസ് ക്യൂർ. ചില സമയത്ത് ഒരു ബ്ലഡ് വെസൽ പൊട്ടിപ്പോയാൽ, ഒരു ബോൺ ബ്രേക്ക് ആയിട്ട് മാൽ പൊസിഷനിൽ നിന്നാൽ, ഒരു ഫോറിൻ ബോഡി ശരീരത്തിൽ ഇരുന്നിട്ട് അത് എയർവേ ഒബ്സ്ട്രക്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ, ഒരു ട്യൂമർ വളർന്ന് അറ്റ്നക്സിലായിട്ടുള്ള ഒരു പ്രഷർ സിംറ്റം ഒക്കെ, ഇവിടെയുള്ള ഒരു കൊറോണറി ആർട്ടറിയിൽ കംപ്ലീറ്റ് ബ്ലോക്ക് ഉണ്ടായാൽ, ഇത്തരം സന്ദർഭങ്ങളിൽ ഒബ്സ്റ്റക്കിൾസ് ക്യൂർ മാറ്റാൻ വേണ്ടി അതും ചെയ്യണമെന്ന് ഹോമിയോപ്പതി പറയുന്നുണ്ട്. പിന്നെ എമർജൻസി മെഡിസിനെ ഹോമിയോപ്പതി എങ്ങനെയാണ് കാണുന്നത്? എമർജൻസി മെഡിസിനിൽ മുഴുവൻ സപ്ലിമെന്ററി തെറാപ്പികളാണ് ഉള്ളത്. അതോടൊപ്പം ഒബ്സ്റ്റക്കിൾസ് ക്യൂർ ചെയ്യുക. ഇത് രണ്ടും മാറ്റിയതിന് ശേഷം അവിടെ വൈറ്റൽ ഡൈനാമിക് മെഡിസിൻ ആക്ട് ചെയ്യുള്ളൂ. ഏത് മെഡിസിനും അവിടെ ആക്ട് ചെയ്യത്തുള്ളൂ. അപ്പോൾ എമർജൻസി മെഡിസിനിൽ ഹോമിയോപ്പതിയുടെ റിസർച്ചുകൾ കുറച്ചും കൂടി നടക്കേണ്ടതുണ്ടെന്നുള്ള സത്യം തന്നെയാണ്. അപ്പോൾ എമർജൻസി മെഡിസിനിൽ ഹോമിയോപ്പതി ഈസ് പോസിബിൾ. അവിടെയുള്ള സപ്ലിമെന്ററി തെറാപ്പി പ്ലസ് ഒബ്സ്റ്റക്കിൾസ് ക്യൂർ റിമൂവ് ചെയ്താൽ ഡൈനാമിക് മെഡിസിൻ ആക്ട് ചെയ്യാൻ പറ്റും. ഏത് മെഡിസിനും അങ്ങനെ തന്നെ ആക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, താങ്ക് യു ഡോക്ടർ സബിൽ രാജ്. അടുത്ത സെഷന് വേണ്ടി ആരിഫ് ഹുസൈനെ ക്ഷണിക്കുകയാണ്. സത്യത്തിൽ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മളൊരു വേൾഡ് കപ്പ് ഫുട്ബോളിന് വരുന്ന ഒരു മാച്ചിന് 2 ടീമായിട്ട് വരുന്നു. ഒരു ടീം ഫുട്ബോളിന് കിക്ക് ഓഫ് ഒക്കെ നടത്തി കളിക്കാൻ തുടങ്ങുന്നു, മറ്റേ ആൾ അവിടെ നിന്നിട്ട് ക്രിക്കറ്റ് കളിക്കുന്നു. ഇതാണ് അവിടുത്തെ അവസ്ഥ. സത്യത്തിൽ ഇതാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനിവിടെ ചോദിച്ച ചോദ്യങ്ങൾ അവിടെ നിൽക്കുന്നു, അത് അവിടെ ഒരു വശത്തിരിക്കെ നമ്മളിവിടെ പറയാത്ത ഇത് വേറെ ആരൊക്കെയോ അല്ലെങ്കിൽ ലെസൺസിന് മുന്നേ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിലുള്ള അഭിപ്രായ പ്രകടനങ്ങളാണ് ഇവിടെ നടത്തുന്നത്. ആദ്യമേ മനസ്സിലാക്കേണ്ടത് ഇതൊരു സംവാദമാണ്. നമ്മളൊരു ചോദ്യമോ ഒരു വിഷയമോ മുന്നോട്ട് വെക്കുമ്പോൾ അതിലൊരു ഉത്തരം വരണം. അതുകൊണ്ട് ഇദ്ദേഹം ഇവിടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ ഉന്നയിക്കാത്ത അല്ലെങ്കിൽ ഇതേപോലെ പുതിയ പുതിയ സാധനങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അതിലേക്കൊന്നും നമ്മൾ കിടക്കുന്നില്ല. നമ്മൾ കൃത്യമായിട്ടൊരു പോയിന്റാണ് പറയുന്നത്. ഇത് ഷാർലറ്റാനിസമാണ്, ഇതൊരു കപടമാണ്, ഇതൊരു സ്യൂഡോ സയൻസ് ആണ് എന്ന് പറയുന്നതിന് കൃത്യമായ കാരണങ്ങൾ നമ്മൾ പറഞ്ഞു. ശാസ്ത്രീയമായ അടിത്തറ ഇല്ലായ്മ, ഈ തിയറിയിലുള്ള മണ്ടത്തരങ്ങൾ, ഇതടക്കം നമ്മൾ പറഞ്ഞു. എന്നിട്ട് അതിൽ ഒന്നുപോലും തൊടാതെ ഈ വൈറ്റലിസത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ അതിന്റെ ബാക്കി നമ്മൾ ചോദിക്കുമ്പോൾ അതിനെക്കുറിച്ച് മിണ്ടാതെ മുന്നോട്ട് പോവാണ് പുതിയ പുതിയ കാര്യങ്ങളിലേക്ക്. അതിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല. അപ്പോൾ ഞാൻ വീണ്ടും മുന്നേ ചോദിച്ച ചോദ്യങ്ങൾ തന്നെ ആവർത്തിക്കുകയാണ്.
നാലാമത് ഞാൻ ആവർത്തിക്കുന്നു, ഹാനിമാൻ എന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഹോമിയോപ്പതി കണ്ടുപിടിക്കാനുള്ള ഒരു കാരണം, ഒരെണ്ണം പ്ലീസ്, ഇനിയെങ്കിലും പറയൂ, നമ്മളെ സംവാദം തീരാറായി. ഒരു കാരണമെങ്കിലും നിങ്ങൾ പറയാ. ഈ ജേം തിയറി, ഹാനിമാൻ ബാക്ടീരിയ കണ്ടിട്ടില്ല, വൈറസിനെ കണ്ടിട്ടില്ല, ഒരു ബൾബ് പോലും കണ്ടിട്ടില്ല, പിന്നെയല്ലേ വൈറസും ബാക്ടീരിയൊക്കെ പോട്ടെ. അപ്പൊ അതുകൊണ്ട് ഇന്ന് ഹാനിമാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഈ സ്റ്റാറ്റിസ്റ്റിക്സ്, ബയോസ്റ്റാറ്റിസ്റ്റിക്സ് ഇത്രമാത്രം വളർന്നൊരു കാലഘട്ടത്തിൽ, ഇത്രമാത്രം ഫാർമക്കോളജി അഡ്വാൻസ്ഡ് ആയ ഒരു കാലഘട്ടത്തിൽ, ഇത്രമാത്രം മറ്റുള്ള മേഖലകൾ വളർന്ന ഈ കൺട്രോൾ ട്രയൽസ് നടത്തുന്നതടക്കം ഇവിടെ പറയുന്നുണ്ടെങ്കിൽ, കാണുന്നുണ്ടെങ്കിൽ, ഹാനിമാൻ ഇന്ന് ഹോമിയോപ്പതി കണ്ടുപിടിക്കുമോ ഇല്ലേ? ഇതാണ് ഞാൻ ചോദിക്കുന്നത്. അതിന് ഒരു കാരണം എന്താണെന്ന് നിങ്ങൾ പറയും, ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇനി ഇവിടെ നേരത്തെ പറഞ്ഞു വൈറ്റലിസത്തെ അംഗീകരിക്കുന്നു എന്ന് പറയുന്നതോടൊപ്പം തന്നെ ഈ കൺട്രോൾ ട്രയൽസ് ഹോമിയോപ്പതിയിൽ നടക്കില്ല, പ്ലസീബോ കൺട്രോൾ ട്രയൽസ് ഒന്നും നടക്കില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, അത് നടക്കില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഈ പറയുന്ന സാധനം പൊക്കിക്കൊണ്ട് വന്നിട്ട് നിങ്ങൾ ഹോമിയോപ്പതി എഫക്റ്റീവ് ആണെന്ന് പറയാൻ നിൽക്കുന്നത്? ഇതാ ഞാൻ ചോദിക്കുക. അപ്പൊ ഒന്നുകിൽ നിങ്ങൾ അത് നടക്കില്ല എന്ന് പറയാം, അതുകൊണ്ടാണ് ഞങ്ങൾ ചെയ്യാത്തതെന്ന് പറയാ, അത് അങ്ങനെ ഒരു വശത്ത് നിങ്ങൾ പറയും. എന്നിട്ട് പിന്നെ ഇപ്പുറത്തെ ഹോമിയോപ്പതി വർക്ക് ചെയ്യുന്നുള്ളതിൽ നിന്ന് പിടിച്ചോ റാൻഡമൈസ് കൺട്രോൾ ട്രയൽസ് എന്ന് പറയുന്നത് അതെങ്ങനെ ശരിയാവുക? ഏതെങ്കിലും ഒന്നല്ലേ നടക്കുള്ളൂ. അപ്പൊ നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഏതെങ്കിലും ഒരു വഞ്ചിയിൽ കാല് വെക്കുക എന്നുള്ളതാണ് എനിക്ക് വീണ്ടും അവിടെ ഓർമ്മിപ്പിക്കാനുള്ളത്. അപ്പോൾ ഇവിടെ ഞാൻ പറയുന്നു, ഈ തരത്തിലുള്ള അഡൾട്രേഷനോ ഇതുപോലുള്ള സാധനങ്ങളൊന്നും അല്ല നമ്മുടെ വിഷയം. നമ്മുടെ വിഷയം, ഞാൻ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഹോമിയോപ്പതിക്കാരെ പോലും ഞാൻ ഇവിടെ ഒരു വിഷമിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ ഹാനിമാനെയാണ് പിടിക്കുന്നത്. കാരണം ഹോമിയോപ്പതി കണ്ടുപിടിച്ചത് ഹാനിമാനാണ്. ഹാനിമാൻ ഈ പറയുന്ന സാധനങ്ങളിൽ എത്രമാത്രം ശാസ്ത്രീയമായ അടിത്തറ ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെ വിഷയം. അപ്പോഴല്ലേ ഹോമിയോപ്പതി നമുക്ക്, ഇപ്പൊ ഇസ്ലാമിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ മുഹമ്മദ് നബിയെ ഫോക്കസ് ചെയ്യുന്ന പോലെ ഹോമിയോപ്പതിയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഹാനിമാനെ ഫോക്കസ് ചെയ്യണം. അതാണ് നമ്മൾ പറയുക. കാരണം എന്താണ്, ഈ സാധനം പൊക്കിക്കൊണ്ടുവന്നത് ഹാനിമാനാണ്. അതിൻ്റെതായിട്ടുള്ള കാരണങ്ങൾ ഹാനിമാൻ പറഞ്ഞു വെക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ലോ ഓഫ് സിമിലിബസ് ക്യൂറൻഡർ എന്ന് പറയുന്ന സാധനം ഞാൻ ചോദിച്ചു, അത് എപ്പോഴെങ്കിലും ഒന്ന് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടോ? ഈ സിങ്കോണ എക്സ്പെരിമെന്റ് ഒരു തവണയെങ്കിലും നിങ്ങൾ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. അത് നടത്തിയ സമയങ്ങളിലെല്ലാം തന്നെ അത് ഫെയിൽ ആയിട്ടേ ഉള്ളൂ. അതങ്ങനെ ഒരാൾക്ക്, അതൊരു ഇഡിയോസിൻക്രാറ്റിക് ആയിട്ടുള്ള ഒരു ആക്ഷൻ, ഒരു വ്യക്തിക്കുണ്ടാകുന്ന ചില റാൻഡം ആയിട്ടുള്ള ചില ആക്ഷൻസ്, അതെടുത്ത് വെച്ചുകൊണ്ട് ഇത്രമാത്രം ജനറലൈസ് ചെയ്യുന്നത് അടിസ്ഥാനപരമായിട്ട് ബയോസ്റ്റാറ്റിസ്റ്റിക്സിന്റെ അടിസ്ഥാനപരമായിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് തെറ്റായ സമീപനമാണ്. അതെങ്ങനെയാണ് സ്റ്റാറ്റിസ്റ്റിക്കലി സിഗ്നിഫിക്കൻ്റ് ആവുക എന്നാണ് നമ്മൾ ചോദിക്കണത്. അവിടെ തന്നെ പൊളിയാണ്. അപ്പോൾ ഹോമിയോപ്പതിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് സിമിലിബസ് എന്ന് പറയുന്ന സാധനം തന്നെ പൊളിയാണ്. പിന്നെയല്ലേ അതിന് മോളിൽ കെട്ടിപ്പോക്കിയിട്ടുള്ള സാധനങ്ങൾ, അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കേണ്ടുള്ളൂ. പക്ഷെ അപ്പോഴും വ്യത്യസ്തമായിട്ട് നിൽക്കുന്ന ഒരു സാധനമാണ് വൈറ്റലിസം എന്നോ തള്ളിക്കളഞ്ഞ സാധനമാണ്. അതിപ്പോഴും എടുത്തു പൊക്കിക്കൊണ്ട് നടക്കുകയാണ്. ഞാൻ വീണ്ടും പറഞ്ഞു, ഈ കാലഘട്ടത്തിലും ഈ വൈറ്റലിസത്തെ ആരെങ്കിലും അംഗീകരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് കാര്യമായ എന്തോ തകരാറുണ്ട് എന്ന് ഞാനല്ല പറഞ്ഞത്. ഇതേക്കുറിച്ച് കാര്യമായിട്ട് കാര്യങ്ങൾ പറയുന്ന ആളുകൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ DNA ഒക്കെ കണ്ടുപിടിച്ച വലിയ വലിയ ആളുകളാണ്. വലിയ വലിയ ആളുകളൊക്കെ പറയുന്നത് എടുക്കണം എന്നാണല്ലോ ഇവിടെ ഇദ്ദേഹം പറഞ്ഞു വെച്ചിരിക്കുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞു വൈറ്റലിസം, ഹോമിയോപ്പതി ഒക്കെ 100% അംഗീകരിക്കുന്നു. ഞാൻ നേരത്തെ ചോദിച്ചതിന് ഒന്നുകൂടി ആവർത്തിക്കുകയാണ്, മറ്റു ചോദ്യങ്ങളൊക്കെ അവിടെ ഇരിക്കുകയാണ്. ഈ ചോദ്യം ഇതാണ്, സ്മോൾ പോക്സ് അല്ലെങ്കിൽ മീസിൽസ് ഒരു വ്യക്തിയിൽ നിന്നും മറ്റൊരു വ്യക്തിയിലേക്ക് പകരുന്നത് ഇമ്മെറ്റീരിയൽ ആയിട്ടുള്ള കാരണങ്ങളാണ് എന്നാണ് ഈ ഓർഗൻ ഓഫ് മെഡിസിനിൽ എഴുതി വെച്ചിരിക്കുന്നത്. താങ്കൾ അത് അംഗീകരിക്കുന്നുണ്ടോ ഇല്ലേ? അതിന്റെ ഇടയിൽ ഒരു ബാക്ടീരിയയോ ഒരു വൈറസോ ഫംഗസോ ഇഞ്ചാതി സാധനങ്ങളൊന്നും ഇല്ല എന്നാണോ നിങ്ങൾ പറയുന്നത്, അതോ ഉണ്ട് എന്നാണോ പറയുന്നത്? ഉണ്ട് എന്നാണെന്നുണ്ടെങ്കിൽ അത് മെറ്റീരിയൽ ആണ്. ആ മെറ്റീരിയൽ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാനിമാൻ പറഞ്ഞത് ഇമ്മെറ്റീരിയൽ ആണെന്നാണ്. അപ്പോൾ ഹാനിമാൻ ഒരു കോർട്ടിലും നിങ്ങൾ മറ്റൊരു കോർട്ടിലാവും. അപ്പോൾ അതെങ്ങനെയാണ് ശരിയാവുക? അപ്പോൾ നിങ്ങൾ 100% അംഗീകരിക്കുന്നു എന്ന് പറയുകയും എന്നിട്ട് പിന്നെ വൈറസിനെ അംഗീകരിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ ബാക്ടീരിയ അംഗീകരിക്കുന്നു എന്ന് പറയുമ്പോൾ അതൊരു ശരിയാവില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഇനിയെങ്കിലും ഉത്തരം പറയണം എന്നാണ് പറയാനുള്ളത്. ഇവിടെ അവസാനമായിട്ട് ഞാൻ ബാക്കിയുള്ള ചോദ്യങ്ങളുടെ ഒരു ഏകദേശ രൂപം നിങ്ങൾക്ക് പിടികിട്ടിയിട്ടുണ്ടോ? എന്നാലും ഒരു ചോദ്യം അതിൽ നിങ്ങൾ ഒന്നും കൂടി ഉൾക്കൊള്ളിക്കണം എന്നാണ് പറയുന്നത്. ഈ ഹോമിയോപ്പതി വർക്ക് ചെയ്യുന്നു എന്നുള്ളത് തെളിയിക്കാൻ, അത് മാറ്റി എന്ന് നിങ്ങൾക്ക് അവകാശപ്പെടാൻ, ഒരു അസുഖം ഇന്ന അസുഖത്തിന് ഹോമിയോപ്പതി കൃത്യമായിട്ട് തെളിയിച്ചിട്ടുണ്ട് എന്നുള്ളതിന് ഒരു തെളിവ് നിങ്ങൾ കൊണ്ടുപോകുക. നിങ്ങൾ RCT തള്ളുന്ന ആളാണ്, പിന്നെ എന്ത് തെളിവാണ് കൊണ്ടുവരാൻ പോണേ എന്നുള്ളത് നമുക്കൊന്ന് കാണാം. താങ്ക് യു ആരിഫ്. നമ്മുടെ സംവാദം അവസാന ഘട്ടത്തിൽ കടക്കാണ്. ഇനി ഉപസംഹാരം എന്നുള്ളൊരു സെഷനാണ്. അത് 5 മിനിറ്റ് നീളുന്ന സെഷനാണ്. അതിലേക്കായി ഡോക്ടർ P. സബിൽരാജിനെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. സമയമുള്ളൊരു ചർച്ചയായിരുന്നെങ്കിൽ അത് വളരെ രസകരമായി പോകായിരുന്നു. ഇത് നമ്മൾ ടൈം പ്രഷർ ഇവിടെ ഭയങ്കര ഉണ്ട്. എങ്കിലും ഞാൻ ഉത്തരം പറയണമല്ലോ. ഹോമിയോപ്പതി ഫലപ്രദമാണെന്ന് തെളിവുണ്ടോ? ഞങ്ങളുടെ ക്ലിനിക്കിൽ ഉണ്ടാകുന്ന നമ്മളെല്ലാ ടെസ്റ്റുകളും ചെയ്തിട്ട് ആ ടെസ്റ്റ് മാറി എന്ന് പറഞ്ഞ് തന്നെയാണ് നമുക്ക് റിസൾട്ട് കിട്ടുന്നത്. പക്ഷേ ഹോമിയോപ്പതിയിൽ മാത്രം ആ അസുഖങ്ങൾക്ക് ഒരു പ്രശ്നമുണ്ട്. ഇത് മാറാനിരുന്ന അസുഖമാണ്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതങ്ങനെ കേട്ടോ. പിന്നെ ആ സിമിലിയ തിയറി തെറ്റാണെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു. ഓൾഡ് സ്കൂൾ തന്നെ പറഞ്ഞു ഇത് നേച്ചേഴ്സ് ഹോലൊക്കെ ഓപ്പറേഷനും ഡിവസ് നേച്ചറൊക്കെ വെച്ച് അവർ സിമിലിയ പ്രിൻസിപ്പിൾ ഉപയോഗിച്ചിരുന്നു. ഇവർക്ക് മെറ്റീരിയൽസിൽ നിന്നുകൊണ്ട് ഡൈനാമിക്സത്തെ അംഗീകരിക്കാൻ പറ്റില്ല. അതാണ് അതിൻ്റെ യഥാർത്ഥ കാരണം എന്ന് പറയുന്നത്. പിന്നീട് വേറൊരു കാര്യം, ഹാനിമാൻ ഇപ്പോൾ ജീവിച്ചിരിക്കുമ്പോഴാണെങ്കിൽ ഇത് സമ്മതിക്കുമെന്ന് ചോദിച്ചാൽ ഇപ്പോഴും എല്ലാ അസുഖങ്ങളിലും അൺനോൺ ആയിട്ട് തന്നെ ഇരിക്കുന്ന, അസുഖം മാറാൻ പറ്റുന്നില്ല. ഈ ഭക്ഷണപ്പെട്ടീനെ കാട്ടി കൂടുതൽ മരുന്ന് പെട്ടിയായിട്ടിരിക്കുന്ന ആളുകളെ ഈ പറയുന്നത്.
അപ്പോൾ അതിനൊന്നും ഒരു പ്രസക്തിയില്ല. അതിനുള്ള ഏറ്റവും നല്ല തെളിവ് ഹോമിയോപ്പതി തന്നെയാണ് അതിനുള്ള റെമഡി. സിംഗോമോവാസ്ക് എക്സ്പെരിമെന്റ് പ്രൂവ് ചെയ്തിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഹാനിമാന്റെ ശിഷ്യന്മാരിൽ തന്നെ അന്ന് തന്നെ അത് പ്രൂവ് ചെയ്തിട്ടുള്ള കാര്യമാണ്. ഇത് ഹോമിയോപ്പതി പഠിക്കാത്തവർ പ്രൂവ് ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യാൻ പറ്റുന്നത്? ഒരു കാര്യം അറിയാത്തവർ വന്ന് പ്രൂവ് ചെയ്യുമ്പോൾ എങ്ങനെ അത് മെഷർ ചെയ്യുമെന്നും കൂടെ ഒന്ന് പറയേണ്ട എനിക്ക് ആയിരുന്നു. പിന്നെ സ്മാൾ പോക്സ് വരുന്നത് രോഗം ഉണ്ടാകുന്നത് രോഗാണു മൂലമാണ്. ഞാൻ പറഞ്ഞു ആൾട്ടേഡ് സസെപ്റ്റബിലിറ്റി. ഒരു സ്ഥലത്ത് ആളുകളില്ലെങ്കിൽ പ്രാവ് കൂട് വെക്കും. അത് പ്രാവിന്റെ കുഴപ്പമല്ല, ആളില്ലെങ്കിൽ പ്രാവ് അവിടെ താമസിക്കും. ബാക്ടീരിയോളജി പഠിക്കുമ്പോൾ നമുക്കറിയാം ദ മോഡ് ഓഫ് ന്യൂട്രീഷൻ ഈസ് ഡെട്രിവോറസ്. മൃതഭോജികളാണ് ബാക്ടീരിയ. ഒരു സ്ഥലത്തെ സസെപ്റ്റബിലിറ്റി കുറയുമ്പോൾ അതവിടെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യും. ബാക്ടീരിയോളജി അറിയാത്തതിന്റെ കുഴപ്പമാണെന്ന് എനിക്ക് തോന്നുന്നത്. അത് ഡെട്രിവോറസ് ആണ് ബാക്ടീരിയകൾ. സസെപ്റ്റബിലിറ്റി ആണ്. ആൾട്ടേഡ് സസെപ്റ്റബിലിറ്റി ഈസ് ദ റിയൽ കോസ്. ബാക്ടീരിയ ഈസ് നോട്ട് ദ കോസ് ഓഫ് ഡിസീസ്. ഹാനിമൻ എൻ്റെ അഭിപ്രായം ഒന്നുമല്ല കേട്ടോ. ഹോമിയോപ്പതി പഠിച്ച ഞാനും ആരിഫ് ഹുസൈൻ ഡോക്ടറും ഒക്കെ പഠിച്ച സെയിം പുസ്തകത്തിൽ നിന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. പിന്നെ എനിക്ക് ആരിഫ് ഹുസൈൻ ഡോക്ടറിനോട് പറയാനുള്ള ഒരു വ്യക്തിപരമായ അഭിപ്രായം, ഇപ്പോൾ പുള്ളി അദ്ദേഹം ഹോമിയോപ്പതി ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞു. കാരണം ഹോമിയോപ്പതി ശാസ്ത്രീയമല്ല എന്ന് അദ്ദേഹത്തിന് ഇത്രയും ഓർഗനോൺ ഓഫ് മെഡിസിനും എല്ലാം പഠിച്ചിട്ടുണ്ട്. ഷുക്ക് ദ വേൾഡ് എന്ന് തന്നെ പറയേണ്ട ഒരു കാര്യമാണ്. എല്ലാ സിസ്റ്റങ്ങളെയും തിരുത്തി എഴുതിയ ഒരു പുസ്തകമാണ് ഹാനിമാന്റെ ഓർഗനോൺ ഓഫ് മെഡിസിൻ എന്ന് പറഞ്ഞൊരു പുസ്തകം. ആ പുസ്തകത്തിന് ഇൻട്രൊഡക്ഷൻ ആണെങ്കിൽ എടുത്തൊന്ന് വായിച്ചു നോക്കൂ. റിവ്യൂ ഓഫ് തെറാപ്യൂട്ടിക്സ് അലോപ്പതി ആൻഡ് ദ ഓൾഡ് സ്കൂൾ ഹിതർ ടു ബി പ്രാക്ടീസ്ഡ് എന്ന് പറഞ്ഞ് ഹാനിമാൻ എന്ന് പറഞ്ഞ ലിംഗ്വിസ്റ്റ് എഴുതിയ വലിയൊരു സാഹിത്യമാണ്. അതൊക്കെ ഒന്ന് വായിച്ചു നോക്ക്. എന്നിട്ട് ഈ ആരിഫ് ഹുസൈൻ എന്നുള്ള ഡോക്ടറിന് ഇതൊക്കെ സത്യമാണെന്ന് ബോധ്യപ്പെടുകയാണെങ്കിൽ എനിക്ക് അദ്ദേഹത്തിനുള്ള റിക്വസ്റ്റ്, താങ്കൾ തിരിച്ച് ഹോമിയോപ്പതിയിലേക്ക് വരണമെന്നുള്ളതാണ്. കാരണം വെച്ചാൽ താങ്കൾ ഞങ്ങളുടെ ഹാനിമ പഠിച്ച സെയിം സാധനം പഠിച്ച ഒരാളാണ്. ഞങ്ങളുടെ തോളോട് ചേർന്ന് നിൽക്കേണ്ട ആൾ തന്നെയാണ്. ശാസ്ത്രം ഒന്നും മാറ്റിയിട്ട് ഹോമിയോപ്പതിക്കൊന്നും ഒരു മാറ്റവും ഇതുവരെ വന്നിട്ടില്ല. ഹോമിയോപ്പതി നല്ല റിസൾട്ടുകളുണ്ട്. നമുക്ക് എന്ത് ക്ലിനിക്കലായിട്ടുള്ള ടെസ്റ്റുകളിലും ഞങ്ങൾ ഏറ്റവും കൂടുതൽ ടെസ്റ്റുകൾ ചെയ്തിട്ട് തന്നെയല്ലേ ചെയ്യുന്നത്. ഒരു ടെസ്റ്റ് ആയിട്ട് റിസൾട്ട് മാറി വരുന്നത്. അപ്പോൾ ഹോമിയോപ്പതി ചികിത്സിക്കുമ്പോൾ ദാറ്റ് ഈസ് പ്ലാസിബോ ക്യൂർ എന്ന് പറയാനുള്ള ഒരു മാന്യതയെങ്കിലും നിങ്ങൾ കാണിക്കുന്നുണ്ടല്ലോ. ദാറ്റ് ഈസ് പ്ലാസിബോ ക്യൂർ. ഹൗ ഇറ്റ് ഈസ് പോസിബിൾ? അത് പറ. പ്ലാസിബോ ക്യൂർ അല്ല അത്. there are some ഹാനിമാൻ ഹോമിയോപ്പതിക് മെഡിസിന്റെ മോഡസ് ഓപ്പറാന്തിയിൽ പറയുന്നുണ്ട്, ദ വീക്കർ ഡൈനാമിക് അഫെക്ഷൻ ഇസ് പെർമനന്റ്ലി റിമൂവ്ഡ് ബൈ ദ സ്ട്രോങ്ങർ ഇഫ് ദ ലേറ്റർ ഈസ് സിമിലർ ടു ദ ഫോമർ ഇൻ ഇസ് മാനിഫെസ്റ്റേഷൻ എന്ന് കൃത്യമായി ഹാനിമാൻ മോഡസ് ഓപ്പറാന്തിയിൽ പറയുന്നുണ്ട്. ഹോമിയോപ്പതി ഒരു ഇൻകംപ്ലീറ്റ് സയൻസ് അല്ല, ദാറ്റ്സ് എ കംപ്ലീറ്റ് സയൻസ്. ഹാനിമാനും ശിഷ്യന്മാരും ഒക്കെ MBBS MD കഴിഞ്ഞിട്ട് അത്രയ്ക്കും മെഡിക്കൽ നോളജ് ഉള്ള, അത്രയ്ക്കും എവിഡൻസ് ബേസ്ഡ് മനസ്സിലാക്കിയുള്ള, അത്രയ്ക്കും സയന്റിഫിക് ടെമ്പർ ഉള്ള ആളുകളാണ്. അല്ലാതെ ധ്യാനിച്ചൊന്നും കിട്ടിയ കഴിവൊന്നും അല്ല ഇത്. മനസ്സിലായല്ലേ? അപ്പൊ എല്ലാ കാര്യങ്ങളും അതിൽ തന്നെ. എന്തുകൊണ്ട് 250 വർഷമായിട്ട് ഹോമിയോപ്പതിയിൽ ഒരു മരുന്ന് മാറ്റേണ്ട ഗതികേടില്ലാത്തതെന്ന് വെച്ചാൽ ദാറ്റ് ഈസ് വെൽ പ്രൂവൺ ആൻഡ് വെൽ സോളിഡ് ആണ്. അല്ലെങ്കിൽ ഞങ്ങൾക്ക് മാറ്റിക്കൊണ്ട് അന്നെങ്കിൽ ഇവരെന്ത് പറഞ്ഞാൽ അന്നുണ്ടാക്കിയതല്ല ഇന്ന് മാറി പോയിക്കൊണ്ടിരിക്കുന്നു. അന്നും ഇന്ന് ഒരേ മരുന്ന് തന്നെയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. സോ ഹോമിയോപ്പതി എന്ന് പറയുന്നത് ഞാൻ വേറെ ഒന്നിനും പറഞ്ഞല്ല, എസൻസ് ഞാൻ വളരെയധികം ഇഷ്ടപ്പെടുന്നതാണ്. എസൻസ് സയന്റിഫിക് ടെമ്പറോടുകൂടി പോകുന്നതാണ്. പക്ഷെ ഹോമിയോപ്പതിയുടെ കേസിൽ എസൻസ് സയന്റിഫിക് ടെമ്പർ അല്ല. കാരണം എസൻസിന് എവിടെയോ ചില മെറ്റീരിയലിസ്റ്റിക് കാഴ്ചപ്പാടിൽ കടിച്ചു തൂങ്ങി എസൻസ് നടക്കുന്നു. എസൻസ് ഡൈനാമിസത്തിലേക്ക് വരൂ. സയൻസ് ചോദിച്ചു ഓപ്പറോൺ സിസ്റ്റത്തിന്റെ അപ്പുറം എന്താണുള്ളത്? നമുക്കറിയാം ജെനറ്റിക്സിന്റെ അപ്പുറമാണ് ഓപ്പറോൺ യൂണിറ്റുകൾ. എല്ലാത്തിനെയും നിയന്ത്രിക്കുന്ന ഓപ്പറോൺ യൂണിറ്റിന്റെ അപ്പുറം ഡൈനാമിസമാണ് അല്ലേ? അതിനപ്പുറം സംതിങ് റിലേറ്റഡ് ടു ലൈഫ് അല്ലെങ്കിൽ എനർജിയാണ്. ഓക്കെ, ഇത്രയും പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം. താങ്ക് യു ഡോക്ടർ സബിൽ രാജ്. അടുത്ത 5 മിനിറ്റ് നീണ്ട ഉപസംഹാരമാണ്. ആരിഫ് ഹുസൈനെ അതിനെ ക്ഷണിച്ചോളുന്നു. യെസ്, അപ്പോൾ നമ്മളിവിടെ കേട്ടത് ഒരു ക്ഷണമാണ്. അത് വെറും ക്ഷണമൊന്നുമല്ല. ഹലോ മിസ്റ്റർ പെരേര, നിങ്ങളെ എൻ്റെ കൊള്ള സംഘത്തിലേക്ക് ക്ഷണിക്കുകയാണ് എന്നുള്ളതാണ് നമ്മളിവിടെ കേട്ടത്. ഹോമിയോപ്പതിയുടെ ആ ഒരു കൊള്ള സംഘത്തിലേക്ക് എല്ലാവരെയും ക്ഷണിച്ചിരിക്കുകയാണ്. പക്ഷെ അതിൽ ചില കണ്ടീഷൻസ് ഉണ്ട്. നിങ്ങൾ മെറ്റീരിയലിസം ഒക്കെ അവിടെ വെച്ചിട്ട് വരണം. നിങ്ങൾ നിങ്ങൾ വൈറ്റൽ ഫോഴ്സിൽ നിങ്ങൾ വിശ്വസിക്കണം. അതേപോലെ ചില മാനദണ്ഡങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിത് തന്നെയാണ് തുടക്കം മുതൽ പറഞ്ഞത്. ഇവിടെ മഹാനായ കെന്റ് പറഞ്ഞൊരു വാചകമാണ് എനിക്കിവിടെ പറയാനുള്ളത്. മഹാനായ കെന്റ് ഒരിക്കൽ പറഞ്ഞു, എ മാൻ ഹു കനോട്ട് ബിലീവ് ഇൻ ഗോഡ് കനോട്ട് ബിക്കം എ ഹോമിയോപ്പത്ത്. ഇത് കെന്റ് പറഞ്ഞൊരു കാര്യമാണ്. അതായത് നിങ്ങൾക്ക് ഈ ഗോഡ് പോലെയുള്ള അന്ധവിശ്വാസങ്ങളിൽ വിശ്വസിക്കുന്ന ഒരു മനസ്ഥിതി ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹോമിയോപ്പതി പോലെയുള്ള മറ്റൊരു അന്ധവിശ്വാസത്തിൽ വിശ്വസിക്കാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും എന്നാണ് സത്യത്തിൽ കെന്റ് പറഞ്ഞത്. അത് വളരെ അർത്ഥവത്താണ് എന്ന് ഇവിടെ നമുക്ക് പ്രൂവ് ചെയ്ത് കാണിച്ചു തന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മളുടെ ഇവിടുത്തെ ഈ അൺഅപ്പോളജറ്റിക്കലി എത്തീസ്റ്റ് എന്ന് പറയുന്നതിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ്, അതിൻ്റെ റെലവൻസ് എന്താണെന്നുള്ളത് ഇവിടെ നമ്മൾ കണ്ടു. കാരണം ഇത് നമ്മുടെ മുന്നിലുള്ള തെളിവുകൾ വെച്ചുകൊണ്ട് നമ്മൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം. അതിന് പകരം പഴയ സാധനങ്ങളിലേക്ക് കെട്ടിപ്പണിഞ്ഞ് കിടക്കുന്ന ഒരു അവസ്ഥ, അതാണ് ശരിയെന്ന് തിരിച്ചറിയുന്ന ഒരു അവസ്ഥ, ഇതിലേക്ക്
അതിൽ ഒതുങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട് ചില ന്യായവൈകല്യങ്ങളെ കൂട്ടുപിടിക്കുന്ന അവസ്ഥ, ഇതൊക്കെയാണ് നമ്മളിവിടെ കണ്ടത്. ഞാനിവിടെ വെച്ച ചോദ്യങ്ങൾ 7 ചോദ്യങ്ങൾ, അതിൽ ഒന്നിനു പോലും ഒരു ഉത്തരം പോലും പറഞ്ഞിട്ടില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ ആ ചോദ്യങ്ങൾ വീണ്ടും ആവർത്തിക്കുകയാണ്. പൂർണ്ണമായിട്ട് ഉത്തരം പറഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഞാൻ വീണ്ടും പറയുക. കാരണം എന്താണ്, ഞാൻ ചോദിച്ചത് എന്താണ്, ഹോമിയോപ്പതിയിൽ 100% അംഗീകരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു അംഗീകരിക്കുന്നു. അപ്പം ഞാൻ തിരിച്ചു ചോദിച്ചു, ഹോമിയോപ്പതി പറയുന്നത് വൈറസ് ഇല്ല, ബാക്ടീരിയ ഇല്ല, ഇതൊന്നുമില്ല, അസുഖങ്ങൾ പടരുന്നത് ഇൻവിസിബിൾ ആയിട്ടുള്ള എന്തോ ഒരു കുട്ടിച്ചാത്തൻ കാരണമാണെന്നാണ്. അപ്പം നിങ്ങൾ അതിനെയാണോ വിശ്വസിക്കുന്നത്, അതോ ബാക്ടീരിയ വൈറസ് കൊണ്ടാണോ അസുഖങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പകരുന്നത്? ആ പകരുന്ന സമയങ്ങളിൽ അവിടെ കൈമാറപ്പെടുന്നത് ഈ ബാക്ടീരിയ വൈറസ് ആണോ? കോവിഡൊക്കെ വന്നപ്പോൾ നമ്മൾ കണ്ടു സോഷ്യൽ ഡിസ്റ്റൻസിങ് എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് ആ ഡിസ്റ്റൻസ് കൊണ്ട് അവിടെ തടയപ്പെടുന്നത് എന്നതിൻ്റെ ആ അടിസ്ഥാനത്തിൽ നമ്മൾ ചോദിക്കുമ്പോൾ അതിന് ഉത്തരം പറഞ്ഞിട്ടില്ല. പിന്നെ നമ്മൾ ചോദിച്ചത് എന്താണ്, സിങ്കോണ എക്സ്പെരിമെന്റ് അത് റിപ്പീറ്റ് ചെയ്തോന്നാണ് ചോദിച്ചത്. സിങ്കോണ എക്സ്പെരിമെന്റ് റിപ്പീറ്റ് ചെയ്യുക മാത്രമല്ല, അത് എന്താണ് സ്റ്റാറ്റിസ്റ്റിക്കലി സിഗ്നിഫിക്കൻ്റ് ആയ രീതിയിൽ അത് റിപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ, റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. പറ്റിയിട്ടില്ല എന്ന് മാത്രമല്ല, അത് പണ്ടത്തെ ആളുകൾ ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഏത് മുനിമാരും സ്വാമിമാരൊക്കെ എഴുതിയത്, പ്രവാചകന്മാരൊക്കെ എഴുതി വെച്ചത് തൊണ്ട തൊടാതെ വിഴുങ്ങിക്കൊള്ളണം എന്ന് പറയുന്നതിൻ്റെ ഒരു മറ്റൊരു വശം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു കൊള്ളസങ്കേതമാണെന്ന്. ഇനി അടുത്തത്, ഹാനിമാൻ ഇന്ന് ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഈ ഹോമിയോപ്പതി കണ്ടുപിടിക്കാനുള്ള ഒരു കാരണം, ഹാനിമാൻ അന്ന് ചെയ്തിരുന്ന കാര്യങ്ങൾ എന്താണ്, അട്ടയെ കൊണ്ട് കടിപ്പിക്കുക, രക്തം ഒഴുക്കി കളയുക, ഛർദ്ദിപ്പിക്കുക, വയറിളക്കുക, ഇഞ്ചാതി സാധനങ്ങളൊക്കെ ചെയ്ത് മനം എടുത്ത് ഹോമിയോപ്പതി കണ്ടുപിടിച്ചു. ഇന്ന് അതൊന്നും ആരും ചെയ്യുന്നില്ല. ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അത് പഞ്ചകർമ്മ എന്ന് പറഞ്ഞ ആയുർവേദത്തിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഹാനിമാൻ ഒരു ആയുർവേദ ഡോക്ടറാണ് സത്യത്തിൽ, പച്ചയ്ക്ക് പറഞ്ഞാൽ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇന്ന് ഹാനിമാൻ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഈ ഹോമിയോപ്പതി കണ്ടുപിടിക്കാനുള്ള ഒരേ ഒരു കാരണം ഞാൻ ചോദിച്ചിട്ടുള്ളൂ, ഒരെണ്ണം പോലും പറഞ്ഞിട്ടില്ല. അടുത്തത് 30C അതുപോലുള്ള ഡ്രഗുകൾ, ഇത് 12X എന്നാണ് പറഞ്ഞത്, 12C ആൻഡ് അബവ്, അങ്ങനെ വരുന്ന മരുന്നുകളിൽ മോളിക്യൂൾസ് ഉണ്ടോ, ഉണ്ടെങ്കിൽ അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഇല്ലെങ്കിൽ അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ഉത്തരമില്ല. അടുത്തത്, ഈ RCT അതുപോലുള്ള സാധനങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? ഇദ്ദേഹം അത് റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് ഇദ്ദേഹത്തിന് തെളിവുകൾ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയാത്തത്. എന്നോട് ക്ഷമിക്കണം, കാരണം ആ ചോദ്യത്തിനും ഇദ്ദേഹം ഉത്തരം നൽകിയിട്ടുണ്ട് എന്നുള്ളത് ഇപ്പൊ ഞാൻ തിരിച്ചറിയാണ്. അടുത്തത് ചോദ്യം ചോദിച്ചത് എന്താണ്, ഒരു അസുഖം, ആ അസുഖത്തിന് ഹോമിയോപ്പതി ഫലിക്കുന്നുണ്ട് എന്ന് പ്രൂവ് ചെയ്തതിന് ഒരു തെളിവ്, ക്രെഡിബിൾ ആയിട്ടുള്ള ഒരു സയന്റിഫിക്കലി വാലിഡേറ്റഡ് ആയിട്ടുള്ള ഒരു തെളിവ് ചോദിച്ചു, ഇല്ല. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് കുറെ അനുഭവസാക്ഷ്യത്തിന്റെ പിന്നാലെ പോകാനാണ്. ഈ കൃപാസനം നല്ല അസൽ മരുന്നാണ്, അപ്പുറം ഉരുളി കമഴ്ത്തൽ അത് അതിനേക്കാൾ നല്ല മരുന്നാണ്. ഞങ്ങളുടെ അടുത്തൊരു ഉസ്താദ് ഉണ്ട്, മൂപ്പര് ഈ ലിറ്റർ കണക്കിന് വെള്ളത്തിലാണ് ഊതി കൊടുക്കുന്നത്, അതും നല്ല മരുന്നാണ്. ഇതൊന്നും ഇല്ലെങ്കിൽ ആൽക്കഹോൾ അകത്തേക്ക് കയറുന്നുണ്ട്, അത്രയും പ്രശ്നമൊന്നും ആ വെള്ളത്തിനില്ല. അങ്ങനെ നോക്കുകയാണെങ്കിൽ അതാണ് കുറച്ചും കൂടി സേഫ് എന്ന് ഞാൻ പറയും. ആൽക്കഹോൾ ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത് ആൻഡ് ദർ ഇസ് നോ സേഫ് ലിമിറ്റ് ഫോർ ആൽക്കഹോൾ. ഇനി അടുത്തത്, അവസാനമായിട്ട് ഞാൻ ചോദിച്ചത്, ഈ മരുന്നുകൾ ഇതിന്റെ ടെസ്റ്റിങ്ങിന്റെ ഒരു ഏറ്റവും വലിയ പോരായ്മ, അതായത് ഔട്ട്കം ചേഞ്ച് ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഹോമിയോപ്പതിയിൽ നടന്നുകൊണ്ട്, ചെറി പിക്ക് ചെയ്യുക, അതിനനുസരിച്ചുള്ള സാധനങ്ങൾ, ഈ ടെക്സാസ് ഷാർപ്പ് ഷൂട്ടർ ഫാലസി വെച്ചുകൊണ്ട് സാധനങ്ങൾ ഒപ്പിക്കുന്ന പരിപാടിയാണ് നടക്കുന്നത്. അപ്പോൾ അവിടെ നിങ്ങളൊരു ടെസ്റ്റ് ഫെയിൽ ചെയ്താൽ എന്ത് ചെയ്യുന്ന ചോദിച്ചാൽ, ആ ചോദ്യം ഇപ്പം അപ്രസക്തമാണ്. കാരണം അദ്ദേഹം ആ ടെസ്റ്റുകൾ അംഗീകരിക്കുന്നില്ല എന്നിവിടെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഞാനത് ചോദിക്കുന്നതിൽ ഇനി അർത്ഥമില്ല, നിരർത്ഥകമായ ചോദ്യമായി മാറി. അടുത്ത ചോദ്യമാണ് നമ്മൾ ചോദിച്ചത്, ഈ വൈറ്റലിസം വർക്ക് ചെയ്യുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. ഞാൻ ചോദിച്ചു, മറ്റൊരു മേഖലയിൽ എവിടെയാണ് ഈ വൈറ്റലിസം വർക്ക് ചെയ്യുന്നത്, വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നതിന് ഒരു തെളിവ് ചോദിച്ചു. അല്ലെങ്കിൽ പോട്ടെ, സിമിലിയ സിമിലിബസ് ക്യുറൻഡർ അപ്ലൈ ചെയ്യുന്ന മറ്റേതെങ്കിലും ഒരു ഫീൽഡ് ഉണ്ടോ, അതുമില്ല. ഇദ്ദേഹത്തിന് ചോദിക്കാൻ പറ്റിയിട്ടില്ല, പറയാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ അവിടെ അൺആൻസേർഡ് ആയിട്ട് നിലനിൽക്കുന്നത് കൊണ്ടും, ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്ന ആളുകളെ നിങ്ങൾ ചാപ്പകുത്തി ഏതെങ്കിലുമൊക്കെ ബ്രാക്കറ്റുകളിലേക്ക് ഒതുക്കാൻ ശ്രമിക്കുന്നത് കൊണ്ടും, ചോദ്യങ്ങൾ ചോദിക്കുന്നവനെ ഉത്തരങ്ങൾ നൽകാതെ ആട്ടി ഓടിക്കുന്ന ഒരു പ്രവണത ഉള്ളത് കൊണ്ടും കൂടിയാണ് ഈ പറയുന്ന ഹോമിയോപ്പതിയെ ഒരു കപടശാസ്ത്രമാണെന്ന് ഞാൻ പറയുന്നത്, ലോകം പറയുന്നത്. സോ സ്റ്റേ അവേ ഫ്രം ഹോമിയോപ്പതി. ഹോമിയോപ്പതി ഈസ് എ സ്യൂഡ് ഓഫ് സയൻസ്. താങ്ക് യു. നമ്മുടെ സംവാദം ഇവിടെ അവസാനിക്കുകയാണ്. രണ്ടു കൂട്ടരും വളരെ നന്നായി സംസാരിച്ചു. ഇത്തരം സംവാദം കൊണ്ട് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ സമൂഹത്തിലേക്ക് എറിഞ്ഞു കൊടുക്കുകയാണ്. ഇതോടൊപ്പം ഒന്നുകൂടി പറയാറുണ്ട്, ഈ സംവാദം കഴിഞ്ഞപ്പോൾ നമ്മൾ കണ്ടില്ല എത്ര സമാധാനപരമാണ് സംവാദം കഴിഞ്ഞത്. ആർക്കും ഒരു കുരു പൊട്ടിയിട്ടില്ല. ഇതിനു മുമ്പ് മൂവാറ്റുപുഴയിലൊക്കെ നടന്ന നമ്മുടെ എസൻസ് ഗ്ലോബലിൻ്റെ തന്നെ പരിപാടി, ഒരു വിഭാഗം ആളുകളിൽ പരാതി കൊടുത്ത് ഹോമിയോയെക്കുറിച്ച് ഒരു പൊതു ചർച്ച പോലും നടത്താൻ പറ്റാത്ത രീതിയിൽ തടയുകയായിരുന്നു. പക്ഷേ ഇത്തരം സംവാദങ്ങൾ ഇനിയും ഉണ്ടാവട്ടെ, സംവാദാത്മകമായ പരിസരം ഉയർന്നു വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് സംവാദകർക്കും എസൻസ് ഗ്ലോബലിൻ്റെ പേരിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഈ പരിപാടി അവസാനിച്ചായി പ്രഖ്യാപിക്കുകയാണ്. എല്ലാവർക്കും നന്ദി. താങ്ക് യു. ഈ സംവാദത്തെ ചിന്തോദ്ദീപകമാക്കിയ ശ്രീ ആരിഫ് ഹുസൈൻ തെരുവത്തിന് മൊമെന്റോ സമ്മാനിക്കുന്നതിനായി സന്തോഷ് കല്യാണിനെയും ശ്രീ സാബിൽ രാജന് മൊമെന്റോ സമ്മാനിക്കുന്നതിനായി ശില്പ ടി പ്രഭുവിനെയും സഹർഷം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. റിജു കോഴിക്കോടിന് മൊമെന്റോ സമ്മാനിക്കുന്നതിനായി സൈനു പി എ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു.